ഹലോ എവ്രി വൺ, വെൽക്കം ടു എൻട്രി ആപ്പ്. അപ്പോൾ നമ്മൾ SBA ക്ലർക്കിന്റെയും RRB PO RRB ക്ലർക്ക് എക്സാമിന്റെയും മെയിൻ എക്സാം വളരെ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിയർ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 100 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഓരോ പാർട്ടിലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ 100 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത 100 MCQs ആണ്. അപ്പം ഈ ഒരു 100 ക്വസ്റ്റ്യൻ പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് ഈ ക്വസ്റ്റ്യൻ പരിഗണിക്കപ്പെടാൻ ചാൻസുകൾ ഏറെയാണ്. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യന്റെയും സൊല്യൂഷൻ പറയുമ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുകയോ നിങ്ങളുടെ മനസ്സിൽ നോട്ട് ചെയ്യുകയോ ചെയ്ത് തന്നെ പോവുക, മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. ഏറ്റവും ബെറ്റർ നിങ്ങളൊരു പേപ്പറും പേന അല്ലെങ്കിൽ ഒരു ബുക്കും പേനയും എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോയിന്റ്സും നിങ്ങൾക്ക് ആ ഓരോ ന്യൂസിന്റെ കൂടെ നോട്ട് ഡൗൺ ചെയ്യാം എന്നുള്ളതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ തുടങ്ങി നമുക്ക് ചെയ്തു വരാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which become the first country in the world to permit self-driving cars on motorways? അപ്പൊ നമുക്കറിയാം സെൻസേഴ്സും സോഫ്റ്റ്വെയറും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരുപാട് വണ്ടികൾ, അതായത് സെൽഫ് ഡ്രിവൺ കാർസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പം അതിനെ പെർമിറ്റ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുന്നത്, ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. യുണൈറ്റഡ് കിങ്ഡം ആണ് ഈ ഒരു സെൽഫ് ഡ്രിവൺ കാർസിനെ മോട്ടോർവേസിൽ പെർമിറ്റ് ചെയ്ത ആദ്യത്തെ രാജ്യം. അപ്പൊ ചേർത്ത് തന്നെ പറഞ്ഞു പഠിക്കുക. സെൽഫ് ഡ്രിവൺ കാർസ് യുണൈറ്റഡ് കിങ്ഡം, സെൽഫ് ഡ്രിവൺ കാർസ് യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡത്തിലാണ് ഈ ഒരു സെൽഫ് ഡ്രിവൺ കാർസ് ഈ എന്താ പറയുന്നത് പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിൽ തന്നെ വെക്കുക. അപ്പൊ എന്തായാലും നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ഫസ്റ്റ് എവർ 3D പ്രിന്റഡ് ഹൗസ് ഓഫ് ഇന്ത്യ. 3D പ്രിന്റഡ് ഹൗസ് അത് റീസെന്റ് ബീൻ ഇനാഗുറേറ്റഡ് ബൈ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ ഇനാഗുറേറ്റ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ഹൗസ് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പൊ കോൺക്രീറ്റ് 3D പ്രിന്റിംഗ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കൺസ്ട്രക്ഷൻ വർക്ക്സ് ആണ്. അപ്പൊ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ഹൗസ് എവിടെയാണ് എന്നാണ് ചോദ്യം. ഒരു IIT-യിലാണ്, അതും മദ്രാസ് IIT-യിലാണ് ഈ ഒരു ഫസ്റ്റ് എവർ 3D പ്രിന്റഡ് ഹൗസ് ഇപ്പം റീസെന്റ് ആയിട്ട് നിർമ്മല സീതാരാമൻ ഇനാഗുറേറ്റ് ചെയ്ത 3D പ്രിന്റഡ് ഹൗസ് ഉള്ളത്. അപ്പൊ തെറ്റിപ്പോവാതെയും എന്താ പറയുക ഡൗട്ട് അടിക്കാതെയും ഇരിക്കുക, നോട്ട് ചെയ്യുക. ഫസ്റ്റ് എവർ 3D പ്രിന്റഡ് ഹൗസ് IIT മദ്രാസിലാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു തേർഡ് ക്വസ്റ്റ്യൻ. Who has launched a special WhatsApp helpline number for pregnant women? വളരെ നല്ല കാര്യമാണ്. കാരണം പ്രഗ്നന്റ് വിമൻ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ എസെൻഷ്യൽ നീഡ്സും ഹെൽപ്പും ഒക്കെ വേണ്ടി വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ പ്രഗ്നന്റ് വിമൻ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് 24/7 വർക്ക് ചെയ്യുന്ന ഒരു വാട്സാപ്പ് ഹെൽപ്പ് ലൈൻ നമ്പർ ലോഞ്ച് ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. അപ്പോ ആ ഒരു വാട്സാപ്പ് ഹെൽപ്പ് ലൈൻ നമ്പർ ലോഞ്ച് ചെയ്തത് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. NCW എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, ഇങ്ങനെയാണ് NCW. അപ്പൊ ഇവരാണ് ഈ ഒരു വാട്സാപ്പ് ഹെൽപ്പ് ലൈൻ നമ്പർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 9354954224 ഇതാണ് അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ. അപ്പോൾ ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിൽ അവർ വിളിച്ചാൽ അല്ലെങ്കിൽ അതുവഴി അവർക്ക് എൻക്വയറി നടത്തിയാൽ അവർക്ക് വേണ്ട ഹെൽപ്പും എസെൻഷ്യൽ നീഡ്സും എല്ലാം വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പൊ ഈ ഒരു വാട്സാപ്പ് ഹെൽപ്പ് ലൈൻ നമ്പർ ലോഞ്ച് ചെയ്തത് NCW ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ഫോർത്ത് ക്വസ്റ്റ്യൻ. അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്നത്? ഹു ഹാസ് ലോഞ്ച്ഡ് ജോയിന്റ് മിലിറ്ററി എക്സർസൈസ് ഡിഫൻഡർ യൂറോപ്പ് 21? ഓർത്തിരിക്കുക പേര്, ഡിഫൻഡർ യൂറോപ്പ് 21. ചിലപ്പോൾ ഈ പേരൊക്കെ ആയിരിക്കാം ചോദിക്കുക. അപ്പൊ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്ന പോർഷൻ സ്ട്രെസ് ചെയ്ത് തന്നെ മനസ്സിൽ പതിപ്പിച്ചു വെക്കുക. അപ്പൊ ഡിഫൻഡർ യൂറോപ്പ് 21 എന്നുള്ള ഈ ഒരു ജോയിന്റ് മിലിറ്ററി എക്സർസൈസ് ലോഞ്ച് ചെയ്തത് ആരാണ്? ഇത് അൽബേനിയയിലാണ് നടക്കുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. ഇത് ആരാണ് ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നാറ്റോ ആണ് ലോഞ്ച് ചെയ്തത്. നാറ്റോയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാവോ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ്. ഓക്കെ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, ഇങ്ങനെയാണ് നാറ്റോയുടെ ഫുൾ ഫോം. അപ്പൊ ഈ നാറ്റോ ആണ് ഈ ഒരു അൽബേനിയയിൽ വെച്ച് നടന്ന ഈ ഒരു ഡിഫൻഡർ യൂറോപ്പ് 21 എന്നുള്ള ഈ ഒരു ജോയിന്റ് മിലിറ്ററി എക്സർസൈസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മറന്നു പോകാതിരിക്കുക. സോ നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? മൈക്രോസോഫ്റ്റ്
and which country's meteorological office have decided to team up to build the most powerful supercomputer in the world? അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു വെരി ഇമ്പോർട്ടന്റ് സെക്ഷനിൽ കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. മോസ്റ്റ് പവർഫുൾ സൂപ്പർ കമ്പ്യൂട്ടർ വേൾഡിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് സൂപ്പർ കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റ് ഏത് രാജ്യത്തിന്റെ മെട്രോളജിക്കൽ ഓഫീസുമായിട്ടാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്? ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലഡ് അങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസിനെ പ്രതിരോധിക്കാൻ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിലെ മെട്രോളജിക്കൽ ഓഫീസുമായിട്ടാണ്. ശ്രദ്ധിക്കുക, യുണൈറ്റഡ് കിങ്ഡത്തിലെ മെട്രോളജിക്കൽ ഓഫീസുമായിട്ടാണ് ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. UK എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു ന്യൂസ് ഓർമ്മ വരും. നമ്മൾ ആദ്യം പറഞ്ഞ സെൽഫ് ഡ്രിവൺ കാർസിന്റെ ന്യൂസ് ഓർമ്മയിൽ വരണം. സെൽഫ് ഡ്രിവൺ കാർസ് പെർമിറ്റ് ചെയ്തതും UK തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനിയും 6th ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. അപ്പൊ 6th ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വേൾഡ്സ് ലോങ്സ്റ്റ് പെഡസ്ട്രിയൻ സസ്പെൻഷൻ ബ്രിഡ്ജ്. പെഡസ്ട്രിയൻ സസ്പെൻഷൻ ബ്രിഡ്ജ് ലോങ്സ്റ്റ്, ഏറ്റവും നീളം കൂടിയത്, ഹാസ് ബീൻ കംപ്ലീറ്റഡ് ഇൻ വിച്ച് കൺട്രി? ഏത് രാജ്യത്താണ് ഇത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ബ്രിഡ്ജിന് ഒരു പേരുണ്ട്, അതായത് AROUCA, അറോക്ക ബ്രിഡ്ജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു അറോക്ക ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പായ്വ എന്ന റിവറിന് കുറുകെയാണ്. അപ്പൊ ഈ ഒരു പായ്വ റിവറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു അറോക്ക ബ്രിഡ്ജ് എവിടെയാണ് എന്നാണ് ചോദ്യം. അത് പോർച്ചുഗലിലാണ്. അപ്പൊ പോർച്ചുഗലിലാണ് വേൾഡ്സ് ലോങ്സ്റ്റ് പെഡസ്ട്രിയൻ സസ്പെൻഷൻ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. മറന്നു പോവാതിരിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 7th ക്വസ്റ്റ്യൻ. അപ്പൊ 7ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ശ്വാസ് ആൻഡ് അരോഗ്, ഇതെന്താ സംഭവം? ആർ ദ 2 ന്യൂ ലോൺ പ്രോഡക്റ്റ്, 2 പുതിയ ലോൺ പ്രോഡക്റ്റ് ആണ്. ലോഞ്ച്ഡ് ബൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ അമിഡ് ദ ഫൈറ്റ് അഗൈൻസ്റ്റ് COVID-19? അപ്പൊ 2 ലോൺ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. COVID-19 ഫൈറ്റ്, അതിനെതിരായിട്ടുള്ള ഫൈറ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്വാസും ആരോഗും. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, വളരെ ഓർത്തിരിക്കാൻ പെട്ടെന്ന് ഉള്ളൊരു പേരാണ് ശ്വാസ്, ആരോഗ്യ. രണ്ടും ആരോഗ്യവുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന 2 പേരുകളാണ്. അപ്പൊ ഇത് രണ്ടും ലോൺ പ്രോഡക്റ്റ് ആണ്. ഇത് സിഡ്ബിയുടെ ലോൺ പ്രോഡക്റ്റ് ആണ്. ഈ സിഡ്ബി MSMEയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 ലോൺ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിലെ ഈ ശ്വാസ് എന്ന് പറയുന്ന ലോൺ പ്രോഡക്റ്റ് ഹെൽത്ത് കെയർ സെക്ടറുമായിട്ടും അതേപോലെ തന്നെ ആരോഗ്യ എന്ന് പറയുന്നത് ഈ COVID-19 നിന്നുള്ള റിക്കവറിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പൊ ശ്വാസും ആരോഗ്യം രണ്ടും 2 ലോൺ പ്രോഡക്ട്സ് ആണ്. ഇത് സിഡ്ബി ആണ് ലോഞ്ച് ചെയ്തത്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബോർഡ് ഓഫ് ഇന്ത്യ. അവർ MSMEയെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ 2 ലോൺ പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 8th ക്വസ്റ്റ്യൻ. അപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഹാസ് ബിക്കം ദ ഫസ്റ്റ് വുമൻ ഓഫീസർ ടു ബി അപ്പോയിന്റഡ് ആസ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ദ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ? BRO എന്ന് പറയും, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. അപ്പൊ ഈ ഒരു ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ കമാൻഡിംഗ് ഓഫീസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വിമൻ ഓഫീസർ ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം വിമൻ ഓഫീസർ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും. കാരണം ഇങ്ങനെയുള്ള ന്യൂസുകൾ നമ്മൾ പൊതുവെ പരീക്ഷയ്ക്ക് കണ്ടുവരുന്ന ടൈപ്പ് ന്യൂസുകളാണ്. അപ്പോ വൈശാലി ഹിവാസെ ആണ് ഈ ഒരു ലേഡി. ഇവിടെ വൈശാലി ശർമ്മ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ബട്ട് നിങ്ങൾ തെറ്റിക്കരുത്, വൈശാലി ഹിവാസെ എന്നുള്ളത് ഓർത്തിരിക്കുക. വൈശാലി ഹിവാസെ എന്ന് പറയുന്ന ആ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ലേഡിയാണ്. ഈ ഒരു ഫസ്റ്റ് വുമൺ ഓഫീസർ ടു ബി അപ്പോയിന്റഡ് ആസ് ദി കമാൻഡിംഗ് ഓഫീസർ ഇൻ ദി BRO എന്ന് പറയുമ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ളത് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ചൗധരിയാണ്. ഓക്കെ, രാജീവ് ചൗധരിയാണ് ഇതിന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഇതിനകത്തു നമുക്ക് പഠിക്കാൻ പറ്റുന്ന എക്സ്ട്രാ 2 പോയിന്റ് ആണ്. അതോടൊപ്പം തന്നെ റീസെന്റ് ആയിട്ട് ഇതിനെ പറ്റിയിട്ടൊരു ന്യൂസ് വന്നിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. 61ാമത്തെ റേസിംഗ് ഡേ സെലിബ്രേഷൻ ബ്രോ കണ്ടക്ട് ചെയ്തായിരുന്നു. അതായത് ഇവരുടെ ആദ്യത്തെ 1960 ഇവർ ഫൗണ്ട് ചെയ്തത് ഇവരെ. അപ്പം ഈ അതിന്റെ 61st റേസിംഗ് ഡേ ആയിരുന്നു ഈ 2-3 മാസങ്ങൾക്ക് മുന്നേ ഇവർ ഈ ഒരു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ എല്ലായിടത്തും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നു നിന്ന ഒരു ന്യൂസ് ആണ് ഈ ബ്രോയുടെ ന്യൂസ്. ഓക്കെ, സോ നമുക്ക് 9th ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ദി ഗ്ലോബൽ റാങ്ക് ഓഫ് ഇന്ത്യൻ ഇൻഷുറൻസ് മേജർ LIC
In the 2021 Brand Finance Insurance Report that measures the most valuable insurance brand globally. അപ്പൊ ഗ്ലോബലി ഉള്ള ഇൻഷുറൻസ് മാർക്കറ്റിനെ അവർ സ്റ്റഡി ചെയ്ത് അവിടെയുള്ള ആ ഒരു ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് റിപ്പോർട്ട് 2021 ഈ ഒരു റിപ്പോർട്ടിൽ നമ്മുടെ LICയുടെ റാങ്ക് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനു മുന്നേ നിങ്ങൾ അറിയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസിയാണ്. അപ്പൊ അവർ ഈ വാല്യുബിൾ ബ്രാൻഡ്സിനെ ഇങ്ങനെ അവർ പല ഇൻഡെക്സിലായിട്ട് അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഈ ബ്രാൻഡ് ഫിനാൻസ് എന്നുള്ള അത് ലണ്ടൻ ബേസ്ഡ് കൺസൾട്ടൻസി ആണ്. അവരുടെ ഇൻഷുറൻസ് റിപ്പോർട്ടാണ് ഈ വന്നിരിക്കുന്ന ഇൻഷുറൻസ് റിപ്പോർട്ട്. ഇനി നിങ്ങൾ LICയെ പറ്റിയിട്ടും അറിയണം. LIC എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇൻഷുറൻസ് പ്രൊവൈഡർ ആണ്. അതേപോലെ തന്നെ അവരുടെ ഈ ഒരു ലിസ്റ്റിലെ അവരുടെ റാങ്ക് എന്ന് പറയുന്നത് 10th ആണ്. അതായത് 10th വാല്യുബിൾ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ വാല്യുബിൾ ഇൻഷുറൻസ് ആണ് LIC എന്ന് പറയുന്നത്. മോസ്റ്റ് വാല്യുബിൾ ഇൻഷുറൻസ് ബ്രാൻഡ് ഗ്ലോബലി ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ബ്രാൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇനി LICയെ പറ്റി ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയിക്കണം. LICയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് MR കുമാർ ആണ്. ഓക്കെ, MR കുമാർ. അപ്പൊ LICയുടെ ചെയർ MR കുമാർ ആണ്. 10th വാല്യുബിൾ ഇൻഷുറൻസ് ബ്രാൻഡ് ആണ് LIC എന്ന് പറയുന്നത്. അത് ഏത് റിപ്പോർട്ട് പ്രകാരമാണ്? ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് റിപ്പോർട്ട് പ്രകാരമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാമല്ലോ. സോ ലെറ്റ്സ് ഗോ ടു 10th ക്വസ്റ്റ്യൻ. അപ്പൊ 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ജോയിൻഡ് ദി സെൻട്രൽ ബാങ്ക്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് നെറ്റ്വർക്ക് ഫോർ ഗ്രീനിങ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം, NGFS. NGFS എന്താ? നെറ്റ്വർക്ക് ഫോർ ഗ്രീനിങ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പൊ അതൊരു നെറ്റ്വർക്ക് ആണ്. അതിൽ ആര് ജോയിൻ ചെയ്തു എന്നാ പറയുന്നത്? നമ്മുടെ ഇന്ത്യയുടെ അപ്പെക്സ് ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജോയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു ന്യൂസ് തന്നെയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വേർ ഇസ് ദി സെക്രട്ടേറിയറ്റ് ഓഫ് NGFS? ഈ NGFSന്റെ സെക്രട്ടേറിയറ്റ് എവിടെയാണ്? ഈ നെറ്റ്വർക്ക് ഓഫ് ഗ്രീനിങ് ദ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് പാരീസിലാണെന്ന് ഓർത്തിരിക്കുക. സോ NGFSന്റെ സെക്രട്ടേറിയറ്റ് പാരീസിലാണ്. അവിടെ ആ ഒരു NGFSലാണ് നമ്മുടെ ഇന്ത്യയുടെ അപ്പെക്സ് ബോഡി ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ ഒരു നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പൊ NGFS എന്താണെന്ന് ഓർത്തിരിക്കുക. സോ നമുക്ക് എന്തായാലും നമ്മുടെ 11th ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ 11th ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? നെയിം ദ MD ആൻഡ് CEO ഓഫ് ആക്സിസ് ബാങ്ക് ഹു ഹാസ് ബീൻ റീഅപ്പോയിന്റഡ് ഫോർ 3 more years ഓൺ ദ പോസ്റ്റ് ബൈ ബാങ്ക് ബോർഡ്. അപ്പൊ ആരായിരുന്നു? അദ്ദേഹത്തെ തന്നെ റീഅപ്പോയിന്റ് ചെയ്തു 3 വർഷത്തേക്കും കൂടി. ഏത് ബാങ്ക് ആണ്? ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്കിന്റെ MD ആൻഡ് CEO എന്ന് പറയുന്നത് അമിതാഭ് ചൗധരിയാണ്. അദ്ദേഹത്തിന് തന്നെയാണ് റീഅപ്പോയിന്റ്മെന്റും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആലോചിക്കുക, മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ബാങ്ക് ആണ് ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആക്സിസ് ബാങ്കിന്റെ MD ആൻഡ് CEO എന്ന് പറയുന്നത് അമിതാഭ് ചൗധരിയാണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്കിനി 12th ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ 12th ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഹു റീസെന്റ് ബിക്കെയിം ദ ചെയർമാൻ ഓഫ് ബജാജ് ഓട്ടോ? ബജാജ് ഓട്ടോയുടെ ചെയർമാൻ നമുക്കറിയാം, നമ്മൾ വളരെ കേട്ട് പരിചയമുള്ള ഒരു പേരാണ് രാഹുൽ ബജാജ് എന്നുള്ളത്. അപ്പൊ ഈ രാഹുൽ ബജാജ് ആരാണ്? 1972 മുതൽ, അതായത് കുറെ വർഷങ്ങൾക്ക് മുന്നേ, വർഷം അവിടെ പഠിക്കേണ്ട ആവശ്യമില്ല, ബജാജ് ഓട്ടോയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. അതിന് ഇത്രയും വളർത്തിക്കൊണ്ട് വന്ന ആളാണ് രാഹുൽ ബജാജ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പൊ ആ ഒരു ചെയർമാൻഷിപ്പ് മറ്റൊരാളിലേക്ക് കൈമാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് നീരജ് ബജാജ്. ഓക്കെ, അപ്പൊ നീരജ് ബജാജ് ആണ് ഇപ്പോഴത്തെ ബജാജ് ഓട്ടോയുടെ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ നീരജ് ബജാജ് എന്നുള്ള പേര് മനസ്സിൽ തറപ്പിച്ചു പഠിക്കുക. ബജാജ് ഓട്ടോയുടെ ചെയർമാൻ ആണ് നീരജ് ബജാജ്. ഓക്കെ, അപ്പൊ നമുക്ക് 13ാമത്തെ ന്യൂസിലേക്ക് പോവാം. സോ 13ാമത്തെ ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് റെപ്രസെന്റഡ് ഇന്ത്യ അറ്റ് ദ G7 ഡിജിറ്റൽ ആൻഡ് ടെക്നോളജി മിനിസ്റ്റീരിയൽ മീറ്റിംഗ്? അപ്പൊ G7ന്റെ ഡിജിറ്റൽ ആൻഡ് ടെക്നോളജി മിനിസ്റ്റീരിയൽ മീറ്റിംഗിൽ ഇന്ത്യയിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ ആരാണ് എന്നാണ് ചോദ്യം. രവിശങ്കർ പ്രസാദ്. രവിശങ്കർ പ്രസാദ് ആരാണ്? മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് അല്ലെ? 3 കാര്യങ്ങളുണ്ട്, ലോ ആൻഡ് ജസ്റ്റിസ്, അതേപോലെ തന്നെ IT ഉണ്ട്. അത് നമ്മൾ പറയുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് IT എന്നാണ് പറയുന്നത്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് രവിശങ്കർ പ്രസാദിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പോ മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, ഇലക്ട്രോണിക്സ് ആൻഡ് IT, കമ്മ്യൂണിക്കേഷനെയും ഇതിന്റെ മിനിസ്റ്റർ ആയിട്ടുള്ള രവിശങ്കർ പ്രസാദ് ആണ് ഈ G7 ഡിജിറ്റൽ ആൻഡ് ടെക്നോളജി മിനിസ്റ്റീരിയൽ മീറ്റിംഗിൽ പങ്കെടുത്തത്. അപ്പൊ ഓർത്തു വെക്കുക, ഡിജിറ്റൽ ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ടെക്നോളജി എന്നുള്ള വാക്കിനോട് ചേർത്ത് നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ ആണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത്
ഓർത്തിരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 14th ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. അപ്പൊ 14th ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കാം. Which becomes the fourth country, നാലാമത്തെ രാജ്യം, which becomes the fourth country with which India has decided to hold 2+2 ministerial dialogue between foreign defense ministers. അപ്പോൾ ഫോറിൻ മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും അടങ്ങുന്ന 2+2, അതാണ് 2+2. രണ്ട് രാജ്യങ്ങളിലെയും ഫോറിൻ മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററോട് ചേർന്ന് വരുന്ന മിനിസ്റ്റീരിയൽ ഡയലോഗ്. അപ്പൊ അതിന്റെ നാലാമത്തെ കൺട്രി, ഇന്ത്യ 3 കൺട്രീസുമായിട്ട് ഓൾറെഡി 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് ഉണ്ട്. നാലാമത്തെ കൺട്രി ഏതാണ് എന്നാണ് ചോദ്യം. അതായത് ഇന്ത്യ എന്താ പറയുക, ഈ ഒരു മിനിസ്റ്റീരിയൽ ഡയലോഗ് നടത്താൻ പോകുന്ന നാലാമത്തെ കൺട്രി റഷ്യയാണ്. ഇനി ഇതിലെ 3 കൺട്രീസിന്റെ പ്രത്യേകതയുണ്ട്. US, ജപ്പാൻ, ഓസ്ട്രേലിയ. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഈ രാജ്യങ്ങളുടെ പ്രത്യേകത? അപ്പോൾ ഈ ഒരു രാജ്യങ്ങളും ഇന്ത്യയും കൂടി ചേർന്ന് അറിയപ്പെടുന്നത് ക്വാഡ് കൺട്രീസ് എന്നാണ്. അപ്പോൾ ഓൾറെഡി ക്വാഡ് കൺട്രീസുമായിട്ട് നമുക്ക് എന്തുണ്ട്, 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് മീറ്റിംഗ് നടക്കാറുണ്ട്. ഇപ്പോൾ ഈ റഷ്യ എന്ന് പറയുന്ന പക്ഷേ ക്വാഡ് കൺട്രി അല്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നോൺ ക്വാഡ് കൺട്രി എന്നുള്ള രീതിയിലും ഇതിനെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കാം. ഫസ്റ്റ് നോൺ ക്വാഡ് കൺട്രി ആണ് 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് നടത്തുന്ന ഇന്ത്യ. അപ്പൊ ആ ഒരു കാര്യം കൂടി ഈ ഒരു ന്യൂസിൽ നിന്ന് തന്നെ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് 15th ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ 15th ക്വസ്റ്റ്യൻ, the TriFed has recently signed an MOU with which organization for the project Sustainable Livelihood for Tribal Household in India. അപ്പോൾ Sustainable Livelihood for Tribal Household in India എന്ന് പറയുന്ന പ്രോജക്റ്റ്, അത് എന്താ പറയുന്നത്, ട്രൈഫെഡ് ആരുമായിട്ട് ചേർന്നുകൊണ്ടാണ് നടത്തുന്നത്. ട്രൈഫെഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, ട്രൈബൽസിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഫെഡറേഷൻ, അതാണ് ട്രൈഫെഡ്. അപ്പൊ ട്രൈഫെഡ് MOU സൈൻ ചെയ്തത് ആരുമായിട്ടാണ്? ഈ അവിടുത്തെ ഒരു ഹൗസ് ഹോൾഡ്സിലെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇംപ്രൂവ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ട്രൈഫെഡ് ആരുമായിട്ടാണ് ടൈപ്പ് ചെയ്തത്? പേര് ഓർത്തിരിക്കുക, ദ ലിങ്ക് ഫണ്ട്. അപ്പൊ ട്രൈഫെഡും ലിങ്ക് ഫണ്ടും, ഫെഡ് ആൻഡ് ഫണ്ട്, ഇങ്ങനെ ഓർത്തിരിക്കാം. ഇത് ഫെഡ് ആൻഡ് ഫണ്ട്. ഇപ്പൊ ഫണ്ട് പറയുമ്പോൾ ലിങ്ക് ഫണ്ട് എന്നുള്ളത് ഓർമ്മയിൽ വരണം. ഇപ്പൊ ഫെഡും ഫണ്ടും കൂടി ചേർന്നാണ് ഈ ഒരു സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ഓഫ് ട്രൈബൽ ഹൗസ് ഹോൾഡിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ലോഞ്ച് ചെയ്ത്. അപ്പൊ ലിങ്ക് ഫണ്ട് എന്നുള്ള പേര് നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവണം. അപ്പോഴേ നമുക്ക് അതിന്റെ പ്രയോജനം അവിടെ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും 16th ക്വസ്റ്റ്യൻ നോക്കാം. 16th ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ഇന്ത്യൻ നേവൽ ഷിപ്സ് ഹാവ് ബീൻ ഡിപ്ലോയ്ഡ് അണ്ടർ ദ ഓപ്പറേഷൻ സമുദ്ര സേതു 2 to bring medical oxygen cylinders and associated medical equipment from various countries to India? പല രാജ്യങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സും ഓക്സിജൻ സിലിണ്ടേഴ്സും ഒക്കെ കൊണ്ടുവരാനായിട്ട് സമുദ്ര സേതു 2 എന്ന് പറയുന്ന ആ പ്രൊജക്ടിന്റെ അണ്ടറിൽ എത്ര നേവൽ ഷിപ്സ് ആണ് ഡിപ്ലോയ് ചെയ്തത് എന്നാണ് ചോദ്യം. അപ്പൊ ആ ഒരു സമുദ്ര സേതു സെക്കൻഡ് അവിടെ നിൽക്കട്ടെ. സമുദ്ര സേതു ഫസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വന്ദേ ഭാരത് മിഷന്റെ അണ്ടറിൽ മാൽദീവ്സിലും ശ്രീലങ്കയിലും ഇറാനിലും കുടുങ്ങിപ്പോയ കുറെ ആൾക്കാരെ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു സ്കീമാണ് സമുദ്ര സേതു എന്ന് പറയുന്നത്. അതൊരു ഓപ്പറേഷൻ ആണ്. അപ്പൊ ഈ ഒരു സമുദ്ര സേതുവിന്റെ 1 ആ കാര്യമായിരുന്നു. അപ്പൊ സമുദ്ര സേതു 2 എന്ന് പറയുന്നത് എന്താണ്? പല രാജ്യങ്ങളിൽ നിന്നുള്ള ഓക്സിജൻ സിലിണ്ടേഴ്സും മെഡിക്കൽ എക്യുപ്മെന്റ്സും ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ്. അതിനു വേണ്ടിയിട്ട് 7 നേവൽ ഷിപ്പുകളാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. 7 നേവൽ ഷിപ്പുകളാണ് ഈ ഒരു സമുദ്ര സേതു 2 വേണ്ടിയിട്ട് അവര് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, ഓർത്തിരിക്കുക. സോ നമുക്ക് 17th ക്വസ്റ്റ്യൻ നോക്കാം. 17th ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഇന്ത്യൻ ലോജിസ്റ്റിക്സ് കമ്പനി ഹാസ് ലോഞ്ച് ദ ഓക്സിജൻ ഓൺ വീൽസ്? ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിജൻ ഓൺ വീൽസ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഏത് ലോജിസ്റ്റിക്സ് കമ്പനിയാണ്? എന്തിനാ? ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ ഡയറക്ട്ലി ഫ്രം പ്രൊഡ്യൂസിംഗ് പ്ലാന്റ്സ് ടു ഹോസ്പിറ്റൽസ് ആൻഡ് ഹോംസ്. അപ്പോ പ്ലാന്റിൽ നിന്നും ഓക്സിജൻ ഹോസ്പിറ്റൽസിലേക്കും വീടുകളിലേക്കും എത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഓക്സിജൻ ഓൺ വീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത് മഹീന്ദ്ര ലോജിസ്റ്റിക്സ് ആണ്. മഹീന്ദ്ര ലോജിസ്റ്റിക്സിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ആനന്ദ് മഹീന്ദ്രയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ആയിരുന്നു ഈ ഓക്സിജൻ ഓൺ വീൽസ് എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു പ്രോഗ്രാമാണ്. കാരണം പ്ലാന്റിൽ നിന്ന് ഹോസ്പിറ്റൽസിലേക്ക് ഇതിനു വേണ്ടിയിട്ട് കുറെ ബൊലേറോ ട്രക്സിലാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ബൊലേറോ ട്രക്സിൽ ഈ ഓക്സിജൻ പ്ലാന്റിൽ നിന്ന് പലയിടത്തേക്കായിട്ട് അവര് എന്താ എത്തിക്കുന്നുണ്ട്. അതാണ് ഓക്സിജൻ ഓൺ വീൽസ്. ഇത് കൊണ്ടുവന്നിരിക്കുന്ന മഹീന്ദ്ര ലോജിസ്റ്റിക്സ് ആണ്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പവഴി, ഇത് ബൊലേറോയിലാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ബൊലേറോ എന്തിന്റെയാണ്? മഹീന്ദ്രയുടെയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതാണ്. ഓക്കെ, so let's go to 18th question. Who has been appointed
അസോസിയേറ്റ് അറ്റോർണി ജനറൽ ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പൊ US-ന്റെ അസോസിയേറ്റ് അറ്റോർണി ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ഒരു ഇൻഡോ അമേരിക്കൻ ആണ്. ഇൻഡോ അമേരിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. കാരണം ആസ് വെൽ ആസ് അത് നാഷണലിലും വരും ഇന്റർനാഷണലിലും വരും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, വനിത ഗുപ്ത. ഇതിന് പ്രത്യേകതയുണ്ട്. ഇൻഡോ അമേരിക്കൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. US-ന്റെ അസോസിയേറ്റ് അറ്റോർണി ജനറൽ ആണ്. അപ്പൊ അതൊരു വനിതയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഞാൻ ക്ലൂസ് ആണ് പറയുന്നത്. അത് നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ഓർത്തിരിക്കാൻ എന്താ പറയുന്നത് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഓർത്തിരിക്കുക. എന്തായാലും ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ അസോസിയേറ്റ് അറ്റോർണി ജനറൽ ഓഫ് US ആരാണ്? വനിത ഗുപ്ത ആണ്. അത് ആദ്യത്തെ ഇൻഡോ അമേരിക്കൻ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്കിനിയും 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The government has set a record target to raise food grain production by dash during the 2021-22 crop year. അപ്പൊ ക്രോപ്പ് ഇയർ എന്നറിയപ്പെടുന്നത് എന്താ പറയുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആണ്. അപ്പൊ ഈ ഫുഡ് ഗ്രെയിൻ പ്രോഡക്ട്സ്, എന്താ ഫുഡ് ഗ്രെയിൻ പ്രോഡക്ട്സ്? നമുക്കറിയാം വീറ്റ്, പൾസ്, എന്താ സെറിയൽസ്, ഓയിൽ സീഡ്സ് ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ഈ ഫുഡ് ഗ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു റെക്കോർഡ് ടാർഗറ്റ് സെറ്റ് ചെയ്തു. അത് 2021-22 ക്രോപ്പ് ഇയറിലാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പെർസെന്റേജ് ടാർഗറ്റ് എന്താ പറയുന്നത് റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് എത്രയാണ് എന്നാണ് ചോദ്യം. 2% പ്രൊഡക്ഷൻ കൂട്ടണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ടാർഗറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം 2% എന്തിന്റെയാണ്? ഈ ഒരു ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഗവൺമെന്റ് ആണ് ഈ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇനിയും 20th ക്വസ്റ്റ്യൻ നോക്കാം. Who won the women's singles title in the Porsche Tennis Grand Prix 2021 in Stuttgart? അപ്പോൾ സ്റ്റഡ്ഗാർട്ടിൽ വെച്ച് നടന്ന പോർഷെ ടെന്നീസ് ഗ്രാൻഡ് പ്രീയില് വുമൻ സിംഗിൾസിൽ ടൈറ്റിൽ നേടിയ അല്ലെങ്കിൽ വുമൻ സിംഗിൾസിൽ ജയിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ഓർത്തിരിക്കാൻ എളുപ്പവഴിയാണ്. നമുക്കറിയാം വേൾഡ് നമ്പർ വൺ എന്ന് പറയുമ്പോൾ തന്നെ ആഷ്ലി ബാർട്ടി. നിങ്ങൾ കേട്ടുള്ളതായിരിക്കും. കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ നോക്കുക, ആഷ്ലി ബാർട്ടി ഇങ്ങനെയാണ് പേര്. ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ആഷ്ലി ബാർട്ടി എന്ന് പറയുന്ന ഈ ഒരു ഓസ്ട്രേലിയൻ ടെന്നീസ് പ്ലെയർ ആണ്. അപ്പോൾ ഷീ ഹെയിൽസ് ഫ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ഓസ്ട്രേലിയ ആണ്. അപ്പൊ ഓസ്ട്രേലിയൻ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള ആഷ്ലി ബാർട്ടിയാണ് വുമൻ സിംഗിൾസിൽ പോർഷെ ഗ്രാൻഡ് പ്രീയില് വുമൻ സിംഗിൾസിൽ ടൈറ്റിൽ നേടിയിരിക്കുന്നത്. സ്റ്റഡ്ഗാർട്ടിൽ വെച്ചാണ് നടന്നത് എന്ന് പറയുന്നുണ്ട്. വുമൻസ് ഡബിളിലും ഈ ആഷ്ലി ബാർട്ടി തന്നെയാണ്. പക്ഷെ രണ്ടുപേരുണ്ടായിരുന്നതുകൊണ്ട് ജെന്നിഫർ ബ്രാഡിയുടെ കൂടെ. അപ്പം ബാർട്ടി ആൻഡ് ബ്രാഡി ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇവരാണ് വുമൻസ് ഡബിൾസിൽ. വുമൻ സിംഗിൾസിൽ ആഷ്ലി, മറ്റേത് ബാർട്ടി ആൻഡ് ബ്രാഡി. ഇവർ രണ്ടുപേരോടാണ്. ബ്രാഡി എന്ന് പറയുമ്പോൾ ആ പേര് ജെന്നിഫർ ബ്രാഡി ആണ്. ഇവർ രണ്ടുപേരാണ് വുമൻസ് ഡബിളിൽ ട്രോഫി നേടിയ ടൈറ്റിൽ നേടിയിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനി 21st ക്വസ്റ്റ്യൻ നോക്കാം. 21st ക്വസ്റ്റ്യൻ, which state has MOCA and DGCA given conditional exception for deployment of drone? അപ്പൊ ഡ്രോൺ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ ഒരു അനുമതി വേണം. അപ്പൊ ഈ ഡ്രോൺ എന്ന് പറയുമ്പോൾ നമുക്കത് എന്താ പറയുന്നത് എയർലൈൻ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ ആരുടെ അനുമതിയാണ് നമുക്ക് വേണ്ടത്? MOCA ആൻഡ് DGCA. എന്താണ് ഈ MOCA ആൻഡ് DGCA? CA എന്ന് പറഞ്ഞാൽ സിവിൽ ഏവിയേഷൻ ആണ്. അപ്പൊ MO എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് സിവിലേഷനും DG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനുമാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും എന്താ പറയുന്നത് പെർമിഷൻ ആണ് വേണ്ടത്. അപ്പൊ ഏത് ഗവൺമെന്റിനാണ് ഈ ഒരു ഡ്രോണ് ഡിപ്ലോയ് ചെയ്യാനുള്ള ഈ ഒരു കണ്ടീഷണൽ എക്സെപ്ഷൻ ഇവർ രണ്ടുപേരും കൊടുത്തത് എന്നാണ് ചോദ്യം. അപ്പൊ ഏത് ഗവൺമെന്റിനാണ്? തെലങ്കാന ഗവൺമെന്റിനാണ് ഈ ഒരു കണ്ടീഷണൽ എക്സെപ്ഷൻ അവരെ ഡ്രോൺ പറത്താൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താ തെലങ്കാന ഗവൺമെന്റിന് ഈ എന്താ പറയുക വാക്സിൻ സപ്ലൈ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ്. നേരത്തെ നമുക്കറിയാം സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇങ്ങനെയുള്ള ഡ്രോൺ വഴിയുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് അത് കറണ്ട് അഫയറിൽ വരാനുള്ള ചാൻസ് ഇല്ല. വളരെ പഴയ ന്യൂസ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് 22nd ന്യൂസിലേക്ക് പോവാം. അപ്പൊ 22nd ക്വസ്റ്റ്യൻ എന്താണ്? M. Venkaiah Naidu has presented the Yudhvir Memorial Award to Dash in recognition of her service for the cause of women's healthcare and empowerment. വുമൻസ് ഹെൽത്ത് കെയർ ആൻഡ് എംപവർമെന്റിലുള്ള സർവീസിന്റെ റെക്കഗ്നീഷൻ എന്ന വണ്ണം യുദ്ധ്വീർ മെമ്മോറിയൽ അവാർഡ് ആർക്കു കൊടുത്തു?
ആര് കൊടുത്തു? എം വെങ്കയ്യ നായിഡു, VP. എം വെങ്കയ്യ നായിഡു കൊടുത്തു. ആർക്കാണ് കൊടുത്തത് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. അപ്പൊ ഈ യുദ്ധ്വീർ മെമ്മോറിയൽ അവാർഡ് എന്തിനുള്ളതാണെന്ന് അറിയാമല്ലോ. നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ സർവീസിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്കുള്ളതാണ്. അപ്പം ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത് ഡോക്ടർ എവിത ഫെർണാണ്ടസിനാണ്. ഡോക്ടർ എവിത ഫെർണാണ്ടസ്. ഇവിത ഫെർണാണ്ടസ് എന്നും വായിക്കുന്നവരുണ്ടാവാം. ബട്ട് എന്ത് തന്നെ ആയാലും ഈ പേര് ഓർത്തിരുന്നോളുക, എവിത ഫെർണാണ്ടസ് യുദ്ധവീർ മെമ്മോറിയൽ അവാർഡ്. ഇത് യുദ്ധവീർ സിംഗ് എന്ന് പറയുന്ന ഒരു ഫ്രീഡം ഫൈറ്ററിന്റെ, പഴയ കാലത്തെ ഫ്രീഡം ഫൈറ്റർ ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ബട്ട് യുദ്ധവീർ സിംഗിന്റെ ആ ഒരു മെമ്മറി വെച്ചിട്ടാണ് അതിന് ഒരു എന്താ പറയുക, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ഒരു അവാർഡ്. അപ്പൊ ഈ ഒരു യുദ്ധവീർ മെമ്മോറിയൽ അവാർഡ് വെങ്കയ്യ നായിഡു ആണ് കൊടുത്തത്. ആർക്കാണ് കൊടുത്തത്? ഡോക്ടർ എവിത ഫെർണാണ്ടസിനാണ് കൊടുത്തത്. ഇത്രയും കാര്യം അതിനകത്ത് ഒന്ന് നോട്ട് ചെയ്യുക. സോ 23rd ക്വസ്റ്റ്യൻ നോക്കാം. സോ 23rd ക്വസ്റ്റ്യൻ എന്താ? Who has been named as the 4th Deputy Governor of RBI? RBIക്ക് 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട്. 3 പേരെ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അപ്പോയിന്റ്മെന്റ് നടന്നു. 4ാമത്തെ ഡെപ്യൂട്ടി ഗവർണർ ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അത് മറ്റാരുമല്ല, ഫോർമർ ഡയറക്ടർ, RBIയുടെ തന്നെ ഡയറക്ടർ ബോർഡിൽ നിന്നുള്ള ടി രവിശങ്കർ ആണ് 4ാമത്തെ ഡെപ്യൂട്ടി ഗവർണർ ആയിട്ട് ഇപ്പോ ആയിരിക്കുന്നത്. ബാക്കി 3 പേരെ നിങ്ങൾക്കറിയാമല്ലോ, ബാങ്കിങ് അവയർനെസ് ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മഹേഷ് കുമാർ ജെയിൻ, നിങ്ങൾ കേട്ടോണ്ടിരിക്കും, ഈ പേരല്ല. മഹേഷ് കുമാർ ജെയിൻ, അതേപോലെ തന്നെ മൈക്കൽ പാത്ര, ഇനിയും രാജേശ്വർ റാവു. ഇത്രയും പേരാണ്. രാജേശ്വർ റാവു. ഇപ്പൊ ആര് വന്നു? ടി രവിശങ്കർ. അപ്പൊ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആയി. അപ്പൊ 3 ഡെപ്യൂട്ടി ഗവർണേഴ്സേ ഉള്ളായിരുന്നു. ഇപ്പോഴാണ് 4ാമത്തെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. അപ്പോ മുൻ ഡയറക്ടർ തന്നെയായിരുന്നു RBIയുടെ. അപ്പോൾ അദ്ദേഹം ടി രവിശങ്കർ ആണ് ഇപ്പോഴത്തെ നമ്മുടെ 4th ഡെപ്യൂട്ടി ഗവർണർ, RBIയുടെ 4th ഡെപ്യൂട്ടി ഗവർണർ. ഓക്കെ, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോളുക. ചിലപ്പോൾ ഉൾപ്പെടാത്തത് ആര് എന്നും പറഞ്ഞും ചോദിക്കാം. എങ്ങനെ വേണേലും ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് റിസ്ക് എടുക്കാതെ പറയുന്ന പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇനി 24th ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. 24th ക്വസ്റ്റ്യൻ നോക്കാം. Who has won the Portuguese Grand Prix 2021? പോർച്ചുഗീസ് ഗ്രാൻഡ് പ്രീയിൽ വളരെ ഫേമസ് ആയിട്ട് നമ്മൾ കേൾക്കാറുള്ള പല പേരുകളും ഉണ്ട്. ലൂയിസ് ഹാമിൽട്ടൺ, മാക്സ് വെർസ്റ്റപ്പൻ, വാൾട്ടറി ബോൾട്ടാസ്, അതൊക്കെ തന്നെയാണ് ഓപ്ഷനിലും കിടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നെ കിങ് എന്ന് വിശേഷിപ്പിക്കുന്ന മെഴ്സിഡസിന്റെ ലൂയിസ് ഹാമിൽട്ടൺ ആണ് ഈ ഒരു പോർച്ചുഗീസ് ഗ്രാൻഡ് പ്രീ കിട്ടിയിട്ടുള്ളത്. ഈ ലൂയിസ് ഹാമിൽട്ടൺ പരാജയപ്പെടുത്തിയിരിക്കുന്നത് മാക്സ് വെർസ്റ്റപ്പനെയാണ്. അപ്പൊ ലൂയിസ് ഹാമിൽട്ടൺ ആണ് ഫസ്റ്റ്, മാക്സ് വെർസ്റ്റപ്പൻ ആണ് റണ്ണർ അപ്പ്. അപ്പൊ മാക്സ് വെർസ്റ്റപ്പൻ റെഡ് ബുളിന്റെ ആണ്, ഇതുപോലെ മെഴ്സിഡസിന്റെ ലൂയിസ് ഹാമിൽട്ടൺ ആണ് പോർച്ചുഗീസ് ഗ്രാൻഡ് പ്രീ നേടിയിരിക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ നമുക്ക് ഇനി 25th ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. 25th ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which company has partnered with the Indian government to roll out a vaccine finder tool on its mobile app in India, which help people identify places nearby to get inoculated? അപ്പൊ എന്താ, ഏത് കമ്പനിയാണ് ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ടൈപ്പ് ആയത്? എന്തിന്? അവരുടെ മൊബൈൽ ആപ്പിൽ, ഇന്ത്യയിലുള്ള മൊബൈൽ ആപ്പിൽ ഈ ഒരു വാക്സിൻ ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ടൂൾ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതാണ്? ഫേസ്ബുക്ക് ആണ് ആ കമ്പനി. നമുക്കറിയാം ഫേസ്ബുക്കിൽ ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും വാക്സിൻ ഫൈൻഡർ ടൂൾ ഉണ്ട്. അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഫേസ്ബുക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടാണ് ഈ ടൈപ്പ് നടന്നത് വാക്സിൻ ഫൈൻഡർ ടൂളിനാണ്. അപ്പൊ ഇത് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. വാക്സിൻ ഫൈൻഡർ ടൂൾ. ഇനി നമുക്കറിയാം പേടിഎമ്മിലും ഇത് അവൈലബിൾ ആണ്. വാക്സിൻ ഫൈൻഡർ നിങ്ങൾ നോക്കിയാൽ മതി, പേടിഎമ്മിലും അവൈലബിൾ ആണ് വാക്സിൻ ഫൈൻഡർ ടൂള്. അപ്പൊ ഫേസ്ബുക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വാക്സിൻ ഫൈൻഡർ ടൂളിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സൈൻ അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഇനിയും 26th ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. സോ 26th ക്വസ്റ്റ്യൻ, which becomes the 3rd largest Indian IT service company by market capitalization of 2.65 trillion? അപ്പോ ഇതെന്ന് പറയുന്നത് എന്താ ഈ തേർഡ് ചോദിച്ചത് എന്നൊരു സംശയം നിങ്ങൾക്ക് വരാം. ഇതിനകത്ത് ഓൾവേസ് ടോപ്പിൽ നിൽക്കുന്ന 2 പേരുണ്ട്, TCSും ഇൻഫോസിസും. ഇവരാണ് ഫസ്റ്റും സെക്കൻഡും. ഈ തേർഡിൽ നിൽക്കുന്ന കമ്പനീസ് ആണ് മാക്സിമം മാറാറുള്ളത്. കാരണം മറ്റവർ 2 പേരും നല്ല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഡിജിറ്റ്സ് ആണ് അവർക്കുള്ളത്. അപ്പൊ 3ാമത്തെ ആൾക്കാരെയാണ് ഈ എന്താ പറയുക പിന്തള്ളി വരുന്നത്. അപ്പൊ HCL ടെക്നോളജീസ് ആയിരുന്നു നേരത്തെ.
പക്ഷേ HCL ടെക്നോളജീസിനെ വിപ്രോ ഓവർടേക്ക് ചെയ്താണ് ഈ ഒരു 2.65 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അച്ചീവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതാണ് ഇന്ത്യയിലെ മൂന്നാമത്തെ IT സർവീസ് കമ്പനി 2.65 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വന്ന മൂന്നാമത്തെ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ വിപ്രോ ആണ്. ടോപ്പിൽ നിൽക്കുന്ന ഏതാണ്? TCS ആണ്, ഫോളോഡ് ബൈ ഇൻഫോസിസ്. രണ്ടാമത്തെ സ്ഥാനം ഇൻഫോസിസിലാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും 27th ക്വസ്റ്റ്യൻ നോക്കാം. Who has been appointed as acting chairperson of National Human Rights Commission NHRC with effect from April 25, 2021? ഏപ്രിൽ 25 മുതൽ ആക്ടിംഗ് ചെയർപേഴ്സൺ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ഒരു ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് ജസ്റ്റിസ് പ്രഫുല്ല ചന്ദ്ര പന്ത്, ജസ്റ്റിസ് പ്രഫുല്ല ചന്ദ്ര പന്ത് ഇദ്ദേഹമാണ് ഈ ഒരു NHRCയുടെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് ഏപ്രിൽ 25 മുതൽ ഒരു ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്, ഓർത്തിരിക്കുക. സോ നമുക്ക് ഇനിയും 28th ക്വസ്റ്റ്യൻ നോക്കാം. തിസാര പെരേര has recently announced his retirement from international cricket. He was playing for which country? അപ്പൊ തിസര പെരേര എന്ന് പറയുന്ന ക്രിക്കറ്റ് പ്ലെയർ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഏത് കൺട്രിക്ക് വേണ്ടി കളിക്കുന്നു എന്നാണ് ചോദ്യം. ശ്രീലങ്കൻ ഓൾറൗണ്ടർ ആണ് ഈ തിസര പെരേര. അപ്പം തിസര പെരേരയാണ് ഈ ഒരു റിട്ടയർമെന്റ് അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ശ്രീലങ്കൻ പ്ലെയർ ആണ് എന്നുള്ളതാണ് ഇതിനകത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്. സോ ലെറ്റ്സ് ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 29. Mark Selby belongs to which country who has become the world snooker champion for the 4th time? നാലാമത്തെ തവണയും വേൾഡ് സ്നൂക്കർ ചാമ്പ്യൻ ആയ മാർക്ക് സെൽബി ഏത് രാജ്യക്കാരനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു, ഷെഫീൽഡിൽ വെച്ച് നടന്ന ആ ഒരു വേൾഡ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ഇദ്ദേഹം ജയിക്കുന്നതൊക്കെ പലരും സോഷ്യൽ മീഡിയാസിലും അതിലും കണ്ടിട്ടുണ്ടാവാം. ഇനി കണ്ടിട്ടില്ലാത്തവർ ആലോചിക്കുക, ഈ മാർക്ക് സെൽബി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുകാരനാണ്. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് ഷെഫീൽഡിൽ വെച്ച് നടന്ന വേൾഡ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ 4th ടൈം ആയിട്ടും ഇദ്ദേഹം തന്നെയാണ്, മാർക്ക് സെൽബി തന്നെയാണ് ആ ഒരു സ്നൂക്കർ ചാമ്പ്യൻ എന്നുള്ള ആ ഒരു ടൈറ്റിൽ അലങ്കരിക്കുന്നത്. അപ്പൊ മാർക്ക് സെൽബി ബിലോങ്സ് ടു ഇംഗ്ലണ്ട് എന്നുള്ളതാണ് ഇതിനകത്തിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 30. നെയിം ദ ഇന്ത്യൻ സ്പോർട്സ് പേഴ്സൺ who has been nominated as athlete ambassador for the International Olympic Committee Believe in Sport. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ബിലീവ് ഇൻ സ്പോർട്ട് ക്യാമ്പയിൻ. ഈ ക്യാമ്പയിൻ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്പോർട്സിനകത്ത് ഒരുപാട് കറപ്ഷൻസും അതേപോലെ തന്നെ മാനിപ്പുലേഷൻസും ഒക്കെ നടക്കാറുണ്ട്. അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് ഈ ബിലീവ് ഇൻ സ്പോർട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഒരു ക്യാമ്പയിൻ ആണിത്. അതിലേക്കുള്ള നോമിനേറ്റ് ചെയ്ത അത്ലറ്റ് അംബാസിഡർ, ഇന്ത്യൻ സ്പോർട്സ് പേഴ്സൺ ആയിട്ടുള്ള അത്ലറ്റ് അംബാസിഡർ ആരാണ് എന്നാണ് ചോദ്യം. അത് മറ്റാരുമല്ല, PV സിന്ധു ആണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, 2 പേരാണ് ഈ ഒരു, അതിൽ ഒരാളാണ് ഇന്ത്യ എന്നുള്ള ആളാണ് PV സിന്ധു എന്ന് പറയുന്നത്. ഇനി ഒരു കനേഡിയൻ സ്പോർട്സ് പേഴ്സൺ കൂടെ ഉണ്ട്, അതായത് മൈക്കൽ ലീ. കാനഡയാണ്. അപ്പൊ കാനഡയിൽ നിന്നുള്ള മൈക്കൽ ലീയും ഇന്ത്യയിൽ നിന്നുള്ള PV സിന്ധുവുമാണ് ഈ ഒരു ബിലീവ് ഇൻ സ്പോർട്സ് ക്യാമ്പയിന്റെ അത്ലറ്റ് അംബാസിഡർ ആയിട്ടുള്ളത്. അപ്പൊ ഇത് ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ ക്യാമ്പയിൻ ആണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 31st ക്വസ്റ്റ്യൻ. 31st ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബ് AS Roma കോച്ച് ഓൺ എ 3-year കോൺട്രാക്ട് ഫ്രം നെക്സ്റ്റ് സീസൺ ഓൺവേർഡ്സ്. അപ്പൊ AS Roma എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബ്ബാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബ്ബാണ് AS Roma. അപ്പൊ അതിന്റെ കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ജോസ് മൗറീനോ ആണ്. ജോസ് മൗറീനോ ആണ് ഈ ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള AS Roma'യുടെ കോച്ച് എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ ഇതിൽ നിന്ന് വിട്ടുപോയത് ആരാണ് എന്ന് ചോദിക്കാം. അതാണ് പോലോ ഫോൺസേക്ക. അപ്പൊ പൗലോ ഫോൺസേക്കയായിരുന്നു ഇത് AS Roma'യുടെ നേരത്തെ കോച്ച്. അപ്പൊ ഇതാണ് ഫോർമർ കോച്ച്, ഇതാണ് ന്യൂ കോച്ച്. അപ്പൊ പോളോ ഫോൺസേക്ക പോയപ്പോ ആര് വന്നു? ജോസ് മൗറീനോ വന്നു. അപ്പൊ AS Roma എന്നുള്ള പേര് ക്ലബ് എവിടെയെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ ജോസ് മൗറീനോ എന്നുള്ള പേര് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് 32nd ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ? ഇന്ത്യൻ ആർമി റീസെന്റ് ലോഞ്ച് ദ ഫസ്റ്റ് ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അപ്പൊ ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് അത് ഇന്ത്യൻ ആർമി ലോഞ്ച് ചെയ്ത
ഈ ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് ഏത് സ്റ്റേറ്റിലാണ് എന്നാണ് ചോദ്യം. അത് സിക്കിമിലാണ്. IIT മുംബൈയുമായിട്ടുള്ള കൊളാബറേഷനിലാണ് ഇവരിത് ബിൽഡ് ചെയ്തത്. ഓക്കെ, അത് നോട്ട് ചെയ്യണം. IIT മുംബൈയും ഇന്ത്യൻ ആർമിയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്ലാന്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ എവിടെയാണ്? സിക്കിമിലാണ് ഈ ഒരു പ്ലാന്റ്, അത് ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, സോറി. സോ നമുക്ക് ഇനിയും 33rd ക്വസ്റ്റ്യനിലോട്ട് പോവാം. 33rd ക്വസ്റ്റ്യൻ എന്താണ്? Who has or have launched Operation Kojit to aid anti-COVID-19 efforts like strengthening medical infrastructure and oxygen supply chains, as well as take measures to ensure mental well-being of people? അപ്പോൾ മെന്റൽ ആൾക്കാരുടെ മെന്റൽ വെൽബീയിങ്ങിനെയും അതേപോലെ ഓക്സിജൻ സപ്ലൈ, മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനെയുള്ള എല്ലാ ഏരിയസിനെയും സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോജീത് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തത്. കോജീത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കോജീത് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. കോജീത് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തത് മറ്റാരുമല്ല, ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് ആണ്. അത് ഇന്ത്യൻ ആർമിയോ നേവിയോ എയർഫോഴ്സോ ഒറ്റയ്ക്കല്ല, അവരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് ആണ് ഈ ഒരു കോജീത് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ കോജീത് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് എന്ന് തന്നെ പറഞ്ഞു പഠിക്കുക. ഇതെന്തിനാണെന്നുള്ളത് പറഞ്ഞല്ലോ, മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഓക്സിജൻ സപ്ലൈ, അതേപോലെ തന്നെ മെന്റൽ വെൽബീയിങ് ഓഫ് പീപ്പിൾ, ഇതിനെല്ലാം സ്ട്രെങ്തൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ കോജീത് എന്ന് പറയുന്നത്. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, ശ്രദ്ധിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 34th ക്വസ്റ്റ്യൻ. 34th ക്വസ്റ്റ്യൻ ഇതാണ്: The world's largest aircraft by American company Strato launch successfully completed the second test flights recently. What is the name of this massive aircraft? അപ്പോൾ സ്ട്രാറ്റോ ലോഞ്ച് എന്ന് പറയുന്ന പേര് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കില്ല അല്ലേ? കാരണം സ്ട്രാറ്റോ ലോഞ്ച് എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ കമ്പനിയാണ്. ഇവർ എയർക്രാഫ്റ്റ് മേക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ക്രിയേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവര് ലോഞ്ച് ചെയ്ത എ വേൾഡ്സ് ലാർജസ്റ്റ് എയർക്രാഫ്റ്റ്, അതിന്റെ ടെസ്റ്റ് ഫ്ലൈറ്റ് റീസെന്റ് ആയിട്ട് നടന്നു എന്നുള്ള ന്യൂസ് ആയിരുന്നു. പക്ഷേ ഇതിനെ അറിയപ്പെടുന്നത് വേറൊരു പേരിലാണ്. ഒരു മിത്തിക്കൽ ബേർഡ് ആയിട്ടുള്ള റോക്ക് എന്ന് പറയുന്ന ആ ഒരു ബേർഡിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റോക്ക് എന്ന് മാത്രമല്ല അറിയപ്പെടുന്നത്, ആ കമ്പനിയുടെ പേരും സ്ട്രാറ്റോ ലോഞ്ച് റോക്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് വേൾഡ്സ് ലാർജസ്റ്റ് എയർക്രാഫ്റ്റ്, ഇതാണ് ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയത്. അപ്പൊ റോക്ക് എന്നുള്ള പേര് ഓർത്തിരിക്കുക. അതൊരു മിത്തിക്കൽ ബേർഡാണ് ഈ റോക്ക് എന്ന് പറയുന്നത്, ഒരു ലെജൻഡറി ബേർഡാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ആ ഒരു റോക്ക് എന്ന് പറയുന്ന ആ ഒരു ബേർഡിന്റെ പേരിൽ തന്നെയാണ് ഈ വേൾഡ്സ് ലാർജസ്റ്റ് എയർക്രാഫ്റ്റ് നെയിം ചെയ്തിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് റൈറ്റ്? അപ്പൊ നമുക്ക് 35th ക്വസ്റ്റ്യനിലോട്ട് പോവാം. Who is the winner of 2021 UNESCO or Guillermo Cano World Press Freedom Prize? അപ്പോൾ യുനെസ്കോയുടെ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് നേടിയിരിക്കുന്നത്, അതിന്റെ വിന്നർ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മരിയ റെസ്സ എന്നാണ് പേര്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ഫിലിപ്പൈൻ ന്യൂസ് വെബ്സൈറ്റ് ഉണ്ട്, റാപ്ലർ എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഈ ഒരു റാപ്ലറിന്റെ CEO ആണ് ഈ മരിയ റെസ്സ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ന്യൂസ് ചാനലിന്റെ CEO എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ജേർണലിസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജേർണലിസ്റ്റ് ആണ്. ബട്ട് റാപ്ലർ എന്ന് പറയുന്ന ഈ ഒരു ഫിലിപ്പീൻസ് ന്യൂസ് ചാനലിന്റെ CEO ആണ്. എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയായിരിക്കും ഫിലിപ്പീൻസ് ന്യൂസ് ചാനൽ ആയതുകൊണ്ട് തന്നെ മരിയ റെസ്സ ബിലോങ്സ് ടു ഫിലിപ്പീൻസിൽ നിന്നുള്ള ജേർണലിസ്റ്റ് ആണ് മരിയ റെസ്സ എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യാനുള്ള പോയിന്റ് ഇത്രയേ ഉള്ളൂ ഈ ന്യൂസിൽ നിന്ന്. അപ്പൊ നേടിയിരിക്കുന്ന പ്രൈസിന്റെ പേര് മറന്നു പോകരുത്, വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ്, യുനെസ്കോയുടെ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ആണ് നേടിയിരിക്കുന്നത്. ആളുടെ പേര് മരിയ റെസ്സ എന്നുള്ളതാണ്. ഓക്കെ, ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 36th ക്വസ്റ്റ്യൻ. With which country India has adopted Roadmap 2030, which aims to elevate bilateral ties to comprehensive strategic partnership? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വേർഡ് നമ്മൾ ഇവിടെ കേൾക്കുന്നുണ്ട്. റോഡ് മാപ്പ് 2030 വളരെ വലിയൊരു പ്രോജക്റ്റ് ആണ്, 10 വർഷത്തെ കരാറാണ്. അപ്പോൾ ഇത് ഏത് രാജ്യവുമായിട്ടാണ് നടക്കുന്നത്? ഒരു കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആണെന്ന് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്.
നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രേഡ്, എക്കണോമി, ഡിഫൻസ്, സെക്യൂരിറ്റി, ക്ലൈമറ്റ്, അതേപോലെ തന്നെ ടെക്നോളജി, അങ്ങനെയുള്ള എല്ലാ ഏരിയാസിലെയും കോപ്പറേഷൻ ആണ് ഈ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയധികം ഒരു ഇംപ്രൂവ്മെന്റിന് അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് നടത്തിയെന്ന് ചോദിച്ചാൽ അത് ചെറിയ ഒരു ന്യൂസ് അല്ല. അപ്പൊ ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവുമായിട്ടാണ് ഈ ഒരു റോഡ് മാപ്പ് 2030 നടന്നിട്ടുള്ളത്. യുണൈറ്റഡ് കിങ്ഡവുമായിട്ട് 2 ന്യൂസുകൾ നേരത്തെ പറഞ്ഞിരുന്നു, ഓർത്തെടുക്കുക. സോ ഈ റോഡ് മാപ്പും അതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യുക. അപ്പൊ ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ ഒരു റോഡ് മാപ്പ് 2030 എന്ന് പറയുന്ന ഈ ഒരു ബയലാറ്ററൽ ടൈസ് അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് നടത്തിയിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 37th ക്വസ്റ്റ്യൻ. Cricket player Nuwan Zoisa has been banned by ICC for 6 years from all forms of the game for violating ICC anti-corruption code. He played for which country? ഈ നുവാൻ സോയിസ എന്ന് പറയുന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം 2 വർഷങ്ങൾക്ക് മുന്നേ, 2-3 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു ആന്റി കറപ്ഷൻ കോഡിന്റെ പേരിൽ അദ്ദേഹം എന്താ പറയുന്നത് ഈ ഒരു കേസിന്റെ കാര്യങ്ങളുടെ ഒക്കെ പുറകിനെ പെട്ട് പോയത്. അപ്പോൾ ഇദ്ദേഹം ശ്രീലങ്കയിൽ നിന്നുള്ള പ്ലെയർ ആണ്. അപ്പോ ശ്രീലങ്കയിൽ നിന്നുള്ള ഇദ്ദേഹത്തിന് ഈ ആന്റി കറപ്ഷൻ കോഡിൽ ഗിൽറ്റി ആണെന്ന് തെളിഞ്ഞതോടെ ഇപ്പോൾ ICC 6 വർഷത്തേക്ക് എല്ലാ ക്രിക്കറ്റിൽ നിന്നും, എല്ലാ ഫോംസ് ഓഫ് ക്രിക്കറ്റിൽ നിന്നും ഇദ്ദേഹത്തെ ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ICC എന്നുള്ള വേർഡ് വരുമ്പോൾ നമ്മൾ അതിനകത്തിൽ 3 കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഒന്നാമത്തെ, ICCക്ക് ഒരു ചെയർമാൻ ഉണ്ട്. രണ്ടാമത്തെ, അതിനൊരു CEO ഉണ്ട്. പിന്നെ അതിനൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇത് 3 നിങ്ങൾക്ക് അറിയാമോ? ചെയർമാൻ ആയിട്ടുള്ളത് ഗ്രെഗ് ആണ്. ഫുൾ നെയിം പറയുകയാണെങ്കിൽ ബാർക്ലേ എന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്രെഗ് ബാർക്ലേ. CEO എന്ന് പറയുന്നത് മനു സാവ്നി. ഇനി ഹെഡ് ക്വാർട്ടേഴ്സ് ദുബായ് ആണ്. അപ്പൊ 3 കാര്യങ്ങൾ. അപ്പൊ ICCയുടെ 3 കാര്യങ്ങൾ. ന്യൂസ് എന്തായിരുന്നു? ആരെ ബാൻ ചെയ്തു? നുവാൻ സോയിസ. നുവാൻ സോയിസ എന്ന് പറയുന്നത് ശ്രീലങ്കൻ ക്രിക്കറ്റ് പ്ലെയർ ആണ്. ആന്റി കറപ്ഷൻ കോഡിൽ ഗിൽറ്റി ആണെന്ന് തെളിഞ്ഞതോടെയാണ് ഈ ഒരു ബാൻ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 38th ക്വസ്റ്റ്യൻ. Who has been appointed as Director of the Indian Institute of Rice Research, IIRR? Indian Institute of Rice Research എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICAR-ന്റെ ഒരു ആമാണ്. എന്താണ് ICAR? ICAR എന്താണ്? അഗ്രികൾച്ചറൽ റിസർച്ച്. നിങ്ങൾ കേട്ടോ, ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച്. ഇതിന്റെ ഒരു ആമാണ് IIRR, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച്. അപ്പോൾ ഈ റൈസ് റിസർച്ചിന്റെ ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ട ആൾ ആരാണ് എന്നാണ് ചോദ്യം. രാമൻ മീനാക്ഷി സുന്ദരം. അദ്ദേഹമാണ് ഇതിന്റെ ഡയറക്ടർ. രാമൻ മീനാക്ഷി സുന്ദരം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരാണ്, രാമൻ മീനാക്ഷി സുന്ദരം. 3 പേരാണ്. രാമൻ മീനാക്ഷി സുന്ദരം. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് സ്ട്രെസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കാനായിട്ടാണ്. ഇദ്ദേഹം ആരാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ചിന്റെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 39th ക്വസ്റ്റ്യൻ. ഗോപബന്ധു സംബന്ധിക സ്വസ്ഥ്യ ബീമാ യോജന, നീളമുള്ളൊരു പേരാണ്. ഗോപബന്ധു സംബന്ധിക സ്വസ്ഥ്യ ബീമാ യോജന ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ വിച്ച് സ്റ്റേറ്റ് ഫോർ ദി വർക്കിംഗ് ജേർണലിസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്? അവിടുത്തെ ജേർണലിസ്റ്റിന് ആദ്യമേ ഈ കോവിഡ് വാക്സിനേഷനിൽ പ്രയോറിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗോപബന്ധു സംബന്ധിക സ്വസ്ഥ്യ ബീമാ യോജന വന്നത് തന്നെ. അത് ഏത് സ്റ്റേറ്റിലെയാണ് എന്നാണ് ചോദ്യം. ഒഡീഷ സ്റ്റേറ്റിലെ ജേർണലിസ്റ്റിന് വാക്സിനേഷനുള്ള പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗോപബന്ധു സംബന്ധിക സ്വസ്ഥ്യ ബീമാ യോജന. അപ്പൊ ഗോപബന്ധു എന്നുള്ളത് ഒഡീഷയിലാണ്. ഗോപബന്ധു എന്നുള്ളത് ഒഡീഷയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒഡീഷയെ പറ്റി പറയുമ്പോൾ അവിടുത്തെ CM-നെ അറിയായിരിക്കുമല്ലോ. നവീൻ പട്നായിക് ആണ് അവിടുത്തെ CM. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിനകത്തുനിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു 40th ക്വസ്റ്റ്യൻ. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു വിൽ ബി സ്വാൺ ഇൻ ആസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് യൂണിയൻ ടെറിട്ടറി ഓഫ് പുതുച്ചേരി? പുതുച്ചേരിയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ചാർജ് എടുക്കപ്പെട്ട ആൾ ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം N രംഗസ്വാമിയാണ്. അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറിനെ അറിയാവോ? ഈ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് തമിലിസൈ സുന്ദരരാജനാണ്. തമിലിസൈ സുന്ദരരാജൻ. സുന്ദരരാജന്റെ സ്പെല്ലിംഗ് ഒക്കെ ഇത് ഇങ്ങനെയാണ്. അപ്പൊ തമിലിസൈ സുന്ദരരാജനാണ് പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ. അപ്പൊ അദ്ദേഹമാണ് ഈ ചീഫ് മിനിസ്റ്റർ ഓത്തൊക്കെ ചെയ്യിപ്പിച്ചത്. അപ്പോ N രംഗസ്വാമിയാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ട പോയിന്റ്. അപ്പൊ നമുക്ക് 41ാമത്തെ ന്യൂസിലോട്ട് പോവാം. 41ാമത്തെ ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്? തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ ആരാ? അത് പ്രത്യേകം ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ തമിഴ്നാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന ആളാണ് MK സ്റ്റാലിൻ. MK സ്റ്റാലിൻ DMK പാർട്ടിയിൽ നിന്നുള്ള ആളാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണ്. അപ്പൊ DMK പാർട്ടിയുടെ MK സ്റ്റാലിൻ ആണ് ഇപ്പോഴത്തെ
എന്താ പറയുന്നത് കറന്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്. അപ്പൊ നമുക്ക് 42ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 42ാമത്തെ ക്വസ്റ്റ്യൻ, 5 India's top oil and gas PSUs have inked a memorandum of understanding for construction and redevelopment of which pilgrimage site as a spiritual small hill town. അപ്പൊ സ്പിരിച്വൽ സ്മാൾ ഹിൽ ടൗൺ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു കൺസ്ട്രക്ഷനും റീഡെവലപ്മെന്റും വേണ്ടിയിട്ട് 5 ഓയിൽ ആൻഡ് ഗ്യാസ് PSU, 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് PSU ഏതൊക്കെയാണ്? ഇന്ത്യൻ ഓയിൽ ഉണ്ട്, BPCL ഭാരത് പെട്രോളിയം ഉണ്ട്, ഞാൻ വലിച്ചുവാരി എഴുതുന്നില്ല, HPCL ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഉണ്ട്, ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, അതേപോലെ തന്നെ ഗെയിൽ. അപ്പോൾ ഈ 5 പേരും കൂടെ ആരുമായിട്ട് ചേർന്നിട്ടാണ്, ഏതോ ഒരു സ്റ്റേറ്റ് അല്ല ഏതോ ഒരു പിൽഗ്രിമേജിന്റെ ഒരു ട്രസ്റ്റ് ഉണ്ട്, ആ ട്രസ്റ്റുമായിട്ട് ചേർന്നാണ്. അപ്പം ഏത് ടൗൺ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മുടെ ചോദ്യം. മറ്റൊന്നുമല്ല, ബദ്രീനാഥ് ആണ്. അപ്പോ ബദ്രീനാഥിന്റെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്, അവരുമായിട്ടാണ് ഈ 5 ഓയിൽ കമ്പനീസ്, 5 ഓയിൽ ആൻഡ് ഗ്യാസ് PSUs ഈ ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനിയും 43ാമത്തെ ന്യൂസ് ആണ് നോക്കാനുള്ളത്, 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. സോ 43rd ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. The first ever India, France, Australia trilateral foreign ministerial dialogue. അപ്പോൾ ഇന്ത്യ, ഫ്രാൻസ്, ഓസ്ട്രേലിയ ഫോറിൻ മിനിസ്റ്റേഴ്സ് ഡയലോഗ് എവിടെ വെച്ചാണ് നടന്നത് എന്നുള്ളതാണ് ചോദ്യം. ലണ്ടനിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. ഇന്ത്യ, ഫ്രാൻസ്, ഓസ്ട്രേലിയ ട്രൈലാറ്ററൽ ഫോറിൻ മിനിസ്റ്റീരിയൽ ഡയലോഗ് ലണ്ടനിൽ വെച്ചാണ് നടന്നത്. അപ്പൊ ഇന്ത്യ, ഫ്രാൻസ്, ഓസ്ട്രേലിയ എന്നുള്ളതാണ് ഈ ട്രൈലാറ്ററൽ ഫോം. അപ്പൊ അതാണ് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ലണ്ടനിൽ വെച്ചാണ് നടന്നതെന്നുള്ളത് സെക്കൻഡ് തിങ് ആണ്. ഈ ഒരു ഇന്ത്യ, ഫ്രാൻസ്, ഓസ്ട്രേലിയ ട്രൈലാറ്ററൽ ഫോറിൻ മിനിസ്റ്റീരിയൽ ഡയലോഗ് ആണെന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ 44ാമത്തെ ന്യൂസിലേക്ക് പോവാം. Bengaluru is placed at 40th position in the Prime Global Cities Index Q1 2021 report, which ranks global cities in terms of increase in prime residential prices. The index is published by which entity? അപ്പോൾ പ്രൈം ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് Q1 2021 റിപ്പോർട്ട് അതെന്താ? പ്രൈം റെസിഡൻഷ്യൽ പ്രൈസസിന്റെ ഇൻക്രീസിനെ അളക്കാൻ വേണ്ടിയിട്ട്, അളന്ന് അതിനെ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൈം ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് 2021 റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതിലെ ബംഗളൂരു 40ാമത്തെ പൊസിഷനിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല നമ്മുടെ ചോദ്യം. ഇൻഡെക്സ് ഏത് എൻറ്റിറ്റി അല്ലെങ്കിൽ ആരാണ് ഈ ഒരു ഇൻഡെക്സ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നൈറ്റ് ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അപ്പോൾ ഈ ഒരു നൈറ്റ് ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ്. അപ്പൊ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിട്ടുള്ള നൈറ്റ് ഫ്രാങ്ക് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പാണ് ഈ ഒരു പ്രൈം ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് 2021 കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്തില് ബാംഗ്ലൂരിന്റെ സ്ഥാനമാണ് പറഞ്ഞത് 40th, ഡൽഹിയുടെ സ്ഥാനം 32 ആണ്. ഇത് ഓർത്തിരിക്കുക, ഡൽഹിയുടെ സ്ഥാനം 32 ആണ്. ഇനി ടോപ്പിൽ ഏതാ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെൻസൻ ആണ്. ചൈനയുടെ ഷെൻസൻ ആണ് ടോപ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ബാംഗ്ലൂർ 40, ഡൽഹി 32 ഇങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റീസ് ഉള്ളത്. റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിട്ടുള്ള നൈറ്റ് ഫ്ലാങ്ക് ആണ് ഈ ഒരു പ്രൈം ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് റിപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 45th ക്വസ്റ്റ്യൻ. 2021 G20 tourism ministers meeting was held in which country that was attended by the Union Minister of State of Tourism and Culture Shri Prahlad Singh Patel. അപ്പോൾ ആരാണ് ശ്രീ പ്രഹ്ലാദ് സിംഗ് പട്ടേൽ? യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ടൂറിസം ആൻഡ് കൾച്ചർ. അപ്പൊ സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ് ചാർജ് ആണ്. അപ്പം അദ്ദേഹം പ്രഹ്ലാദ് സിംഗ് പട്ടേല് വിർച്വലി അറ്റൻഡ് ചെയ്ത G20 ടൂറിസം മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് വാസ് ഹെൽഡ് ഇൻ വിച്ച് കൺട്രി? എവിടെ വെച്ചിട്ടാണ് നടന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇറ്റലിയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോ ആരാണ് അറ്റൻഡ് ചെയ്തത്? പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ആണ്. പ്രഹ്ലാദ് സിംഗ് പട്ടേൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ടൂറിസം ആൻഡ് കൾച്ചർ ആണ്. G20 ടൂറിസം മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ആണ് ഇറ്റലിയിൽ വെച്ചിട്ട് നടന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. സോ 46ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സോ 46th ക്വസ്റ്റ്യൻ ഇതാണ്. Who is the author of the new children's book titled The Bench? അപ്പൊ The Bench എന്ന് പറയുന്ന ബുക്ക് ചിൽഡ്രൻസ് ബുക്ക് ആണ്. അതിന്റെ ഓഥർ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഥറിന്റെ പേര് ഓർത്തിരിക്കുക, മെഗ്ഹാൻ മാർക്കിൾ. ഓക്കെ, മെഗ്ഹാൻ മാർക്കിൾ എന്നാണ് ഈ ഒരു ബെഞ്ച് എന്ന് പറയുന്ന ദ ബെഞ്ച് എന്ന് പറയുന്ന ചിൽഡ്രൻസ് ബുക്കിന്റെ ഓഥർ. അപ്പൊ ചിൽഡ്രൻസ് ബുക്ക് ആയിട്ടുള്ള ബെഞ്ച് മെഗ്ഹാൻ മാർക്കിൾ, ദ ബെഞ്ച് മെഗ്ഹാൻ മാർക്കിൾ. ഇപ്പൊ മെഗ്ഹാൻ മാർക്കിൾ എന്നുള്ള പേരാണ് അവിടെ
ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. ദ ബെഞ്ച് എന്നുള്ള ബുക്കിന്റെ പേരും ചിലപ്പോൾ ചോദിക്കാം. ഈ ഓഥർ എഴുതിയ ബുക്ക് ഏതാന്ന് ചോദിച്ചിട്ട് ദ ബെഞ്ച് എന്നുള്ളത് ഓപ്ഷൻ വന്നാൽ ദ ബെഞ്ച് ക്ലിക്ക് ചെയ്യുക. മെഗാൻ മാർക്കിൾ എന്ന് പറയുന്ന പേരിനോട് ചേർത്ത് പറയേണ്ടതാണ് ദ ബെഞ്ച് എന്ന് പറയുന്ന ബുക്കിന്റെ പേര്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 47th ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. ടു ഹൂം റോൾസ് റോയ്സ് സൈൻഡ് MOU to establish packaging, installation, marketing and service support for Rolls-Royce MT30 marine engines in India. റോൾസ് റോയ്സിന്റെ MT30 മറൈൻ എഞ്ചിൻസിന്റെ പാക്കേജിങ്ങിനും ഇൻസ്റ്റലേഷനും മാർക്കറ്റിങ്ങിനും സപ്പോർട്ടിനും ഒക്കെ വേണ്ടിയിട്ട് റോൾസ് റോയ്സ് കമ്പനി ആരുമായിട്ടാണ് MOU സൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. അത് ഹാളുമായിട്ടാണ്. ഹാൾ എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായിട്ടാണ്. അപ്പോൾ പാക്കേജിങ്ങും ഇൻസ്റ്റലേഷനും മാർക്കറ്റിങ്ങും എല്ലാം ഇന്ത്യയിൽ ആരാ ഇനി ചെയ്യാൻ പോകുന്നത്? HAL ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ മറൈൻ എഞ്ചിൻസിനാണ് ഈ ഒരു മാർക്കറ്റിംഗ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ MT30 മറൈൻ എഞ്ചിൻസ് എന്നവര് അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 48th ക്വസ്റ്റ്യൻ. Who has been declared as one of the 2 recipients of Arlene Patch Global Vision Award 2021? Arlene Patch Global Vision Award for 2021. അപ്പൊ ആർലിൻ പാച്ച് എന്നുള്ള പേര് ഓർത്തിരിക്കുക. 2 പേർക്ക് അവാർഡ് കിട്ടി. പക്ഷെ അതിനകത്തിൽ 1 of the 2 recipients എന്നാണ് നമ്മളോട് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ജസ്റ്റിസ് ആണ് എല്ലാം തുടക്കം. ഈ ഗീത മിട്ടൽ എന്നുള്ള പേര് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫോർമർ ജമ്മു ആൻഡ് കാശ്മീർ ഹൈക്കോർട്ട് ജസ്റ്റിസ് ആണ്. അപ്പോൾ ജസ്റ്റിസ് ഗീത മിട്ടലിന് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുന്നത് എക്സലൻസ്, ജോബിലുള്ള എക്സലൻസ് തന്നെയാണ് ഈ ഒരു അവാർഡ് കിട്ടാനുള്ള കാര്യവും. അപ്പം ആർലിൻ പാച്ച് ഗ്ലോബൽ വിഷൻ അവാർഡ് കിട്ടിയ ഇന്ത്യൻ ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ഗീത മിട്ടൽ ആണ്. ഇനി മെക്സിക്കോയിൽ നിന്നുള്ള മറ്റൊരാൾക്ക് കൂടെ കിട്ടി, അതുകൊണ്ടാണ് ഇത് 1 of the 2 എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മെക്സിക്കോയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് മാർഗരറ്റ ലൂണ റാമോസ് എന്നാണ്. മാർഗരറ്റ ലൂണ റാമോസ്, ഇത് മെക്സിക്കോയിൽ നിന്നുള്ള ആളാണ്. മെക്സിക്കോയിൽ നിന്നുള്ള മാർഗരറ്റ ലൂണ റാമോസിനും ഇന്ത്യയിൽ നിന്നുള്ള ജസ്റ്റിസ് ഗീത മിട്ടലിനുമാണ് ഈ ഒരു ആർലിൻ പാച്ച് ഗ്ലോബൽ വിഷൻ അവാർഡ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കേണ്ട പോയിന്റ് തന്നെയാണ്. ഒന്നും മറന്നു പോവാതെ തന്നെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ഇന്ത്യൻ ജഡ്ജ് ടു റിസീവ് ദ അവാർഡ് എന്നുള്ളതും ഗീത മിട്ടലിനുള്ളതാണ്. കാരണം മറ്റൊരു ഇന്ത്യൻ ജഡ്ജിനും ഇതുവരെ ഈ ഒരു അവാർഡ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ഗീത മിട്ടലിനെ എങ്ങനെ അറിയപ്പെടുന്നത്? ഫസ്റ്റ് ഇന്ത്യൻ ജഡ്ജ് ടു റിസീവ് ദ അവാർഡ് എന്നും അറിയപ്പെടാറുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 49th ക്വസ്റ്റ്യൻ. Which tech giants company has unveiled world's first 2 nanometer chip technology that promises to speed up access to the internet, longer battery life, fast processing time in application? വളരെ വലിയൊരു കണ്ടുപിടുത്തം 2 നാനോമീറ്റർ ചിപ്പ് ടെക്നോളജി. ഇതാരാണ് കണ്ടുപിടിച്ചത്? ഇതിന്റെ ബെനിഫിറ്റ് എന്താ? ഇന്റർനെറ്റ് സ്പീഡ്, ലോങ്ങർ ബാറ്ററി ലൈഫ്, ഫാസ്റ്റ് പ്രോസസ്സിംഗ്. അപ്പൊ വളരെ നല്ലൊരു കണ്ടുപിടുത്തമാണ്. ഇത് ഏത് കമ്പനിയാണ് ഇത് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് ചോദ്യം. IBM, ഒറ്റ പേര് IBM. IBMന്റെ ഫുൾ ഫോം അറിയാമല്ലോ, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ് എന്നാണ് IBM അറിയപ്പെടുന്നത്. അപ്പൊ ഈ IBM ആണ് ഈ ഒരു 2 നാനോമീറ്റർ ചിപ്പ് ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ 2 നാനോമീറ്റർ, IBM വെറും 2 നാനോമീറ്റർ ഉള്ള ചിപ്പാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. വളരെ ബെനിഫിഷ്യൽ ആകാൻ പോകുന്ന ഒരു ചിപ്പ് തന്നെയാണ് 2nm ചിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ IBM 2nm ചിപ്പ്, IBM 2nm ചിപ്പ്, ഇത് ചേർത്ത് തന്നെ പഠിക്കുക. ഓക്കെ, സോ 50ാമത്തെ ക്വസ്റ്റ്യനോട് നമുക്ക് പോവാം. Indian wrestler Seema Bisla has secured a Tokyo Olympics berth in women's 50 kg after reaching the finals of the World Olympic Qualifier at Sofia in Bulgaria. ബൾഗേറിയയിലെ സോഫിയിൽ നടന്ന വേൾഡ് ഒളിമ്പിക് ക്വാർട്ടറിൽ 50 കിലോഗ്രാം കാറ്റഗറിയിൽ ടോക്കിയോ ഒളിമ്പിക്സ് ബെർത്ത് ഉറപ്പിച്ച സീമ ബിസ്ല, ഇന്ത്യൻ റെസ്ലർ. അപ്പോ ന്യൂസ് അതേപടി പറഞ്ഞിരിക്കുകയാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് സീമ ബിക്കംസ് ദ ഡാഷ് വിമൻ ആൻഡ് 8th overall wrestler to qualify for the quadrilateral event. എത്രാമത്തെ വിമൻ ആണ് സീമ എന്ന് പറയുന്നത്? എത്രാമത്തെ വിമൻ ആണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഈ സീമ ബിസ്ല എന്ന് പറയുന്നത് 4th വിമൻ ആണ്. 4th വിമൻ 8th overall wrestler, ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. 4th വിമൻ 8th overall wrestler to qualify for the quadrilateral event. അപ്പൊ സീമ ബിസ്ല എന്നുള്ള പേര് ഓർത്തിരിക്കുക. സീമ ബിസ്ല 4th വിമൻ ആണ്. 50 കിലോഗ്രാം കാറ്റഗറിയിലാണ് നടന്ന. ക്വാളിഫയർ എവിടെ വെച്ചിട്ടാണ് നടന്നത്? ബൾഗേറിയയിലെ സോഫിയയിൽ വെച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ അതിനകത്തുനിന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 51st ക്വസ്റ്റ്യൻ. Who has launched Checkmate COVID initiative? Checkmate COVID initiative to help the chess community affected by the pandemic at an online event.
അപ്പൊ ചെസ് കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക്മേറ്റ് കോവിഡ് ഇനീഷ്യേറ്റീവ് എന്നുള്ള ഈ ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. അതിലിവിടെ AICF, ACIF, CISF, SAIF, CAIF പല രീതിയിൽ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും തന്നിട്ടുണ്ട്. നിങ്ങൾ അതിലോട്ടൊന്നും പോവാതെ ഈ ചെക്ക്മേറ്റ് എന്നുള്ളത് ചെസ്സിനുള്ളത് തന്നെ ആയതുകൊണ്ട് ചെസ് ഫെഡറേഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ ചെസ് ഫെഡറേഷൻ ആണ്, അപ്പൊ ഓൾ ഇന്ത്യ. അപ്പൊ എന്താ AICF തന്നെയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളതിലേക്കൊന്നും നിങ്ങൾ കണ്ണോടിക്കേണ്ട ആവശ്യമില്ല. ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ ആണ് ഈ ഒരു ചെക്ക്മേറ്റ് കോവിഡ് ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 52nd ക്വസ്റ്റ്യൻ. Which IIT has developed a blockchain-based healthcare information system for mobile phone application? മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻസിൽ ഒരു ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ കൊണ്ടുവന്നത് ഏത് IIT ആണ് എന്നാണ് ചോദ്യം. അപ്പം ബ്ലോക്ക് ട്രാക്ക് എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, ബ്ലോക്ക് ട്രാക്ക് എന്നാണ് ഇതിന്റെ പേര്, ഈ ഒരു ടെക്നോളജിയുടെ പേര്. അപ്പൊ ഈ ബ്ലോക്ക് ട്രാക്ക് ഇൻഫോസിസുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു IIT. അപ്പൊ അത് ഏത് IIT ആണ് എന്നാണ് നമ്മുടെ ചോദ്യം. IIT മദ്രാസ് ആണ്. അപ്പം IIT മദ്രാസും ഇൻഫോസിസും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ബ്ലോക്ക് ട്രാക്ക് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ടെക്നോളജി ഫോർ മൊബൈൽ ആപ്സ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഡേറ്റയും അതേപോലെ തന്നെ ഇൻഫർമേഷനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെയാണ് ഈ ഒരു ബ്ലോക്ക് ട്രാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് IIT മദ്രാസും ഇൻഫോസിസും കൂടി ചേർന്നിട്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കേണ്ട പോയിന്റ്. ഓക്കെ, അപ്പൊ 53ാമത്തെ ക്വസ്റ്റ്യനിലോട്ട്. വിച്ച് സ്റ്റേറ്റ് ഈസ് ബിൽഡിംഗ് ഫോറസ്റ്റ് പോൺസ് ടു ഹാർവെസ്റ്റ് റെയിൻ വാട്ടർ? അപ്പൊ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് പോണ്ട് ആരാണ് ബിൽഡ് ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റ് ആണ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഹിമാചൽ പ്രദേശ് ആണ്. ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്, പക്ഷെ തെറ്റിപ്പോവാതെ സൂക്ഷിക്കുക. ഈ ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അതിനൊരു സ്കീമുണ്ട് ഇന്ത്യയിൽ. അതായത് ഇങ്ങനെയാണ് അതിന്റെ പേര്, പർവത് ധാര സ്കീം. അപ്പൊ പർവത് ധാര സ്കീമിന്റെ അണ്ടറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പർവ്വതം എവിടെയാണുള്ളത്? ഹിമാചൽ പ്രദേശിലാണുള്ളത്. പർവ്വതം ഹിമാലയം ചേർത്ത് പറയാം. അപ്പൊ ഹിമാചൽ പ്രദേശ്. അപ്പൊ തെറ്റിപ്പോതിരിക്കുക, പർവ്വതമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിലോട്ടൊന്നും പോവാതെ ജസ്റ്റ് ഈ രീതിയിൽ ഓർത്തിരിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഫോറസ്റ്റ് പോണ്ട്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനായിട്ടുള്ള ഫോറസ്റ്റ് പോണ്ട് ഹിമാചൽ പ്രദേശിലാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് പർവത് ധാര സ്കീമിന്റെ അണ്ടറിലുള്ളതാണ്. ഹിമാചൽ പ്രദേശിനെ പറ്റി പറയുമ്പോൾ അവിടുത്തെ CM-നെയും ഗവർണറിനെയൊക്കെ അറിഞ്ഞിരിക്കണം. CM ആരാണ്? ജയറാം താക്കൂർ ആണ്. അതുപോലെ തന്നെ ഗവർണർ ബണ്ടാരു ദത്താത്രേയ. നിങ്ങൾക്ക് അറിയായിരിക്കും, ബണ്ടാരു ദത്താത്രേയ. ഓക്കെ, നമുക്ക് 54ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. Central Institute of Brackish Water Aquaculture, CIBA, has developed the country's first vaccine for deadly viral nervous zoonosis disease, which is currently affecting several species of fish. Where it is located? ടെൻഷൻ അടിക്കണ്ട, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു ഫിഷ് സ്പീഷീസിൽ കണ്ടുവരുന്ന ഒരു വൈറസ് ഡിസീസ്, നമ്മളിപ്പോൾ കൊറോണ പോലെ ഫിഷിൽ കണ്ടുവരുന്ന ഒരു വൈറസ് ഡിസീസ്, അതിന് വേണ്ടിയിട്ട് ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നു. ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? CIBA, അതായത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ എന്ന് പറയും. അപ്പൊ ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അത് ചെന്നൈയിലാണ്. CIBA എവിടെയാണ്? ചെന്നൈയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് വാക്സിൻ ആണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. സോ അതുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു സർട്ടൺ സ്പീഷീസ് ഓഫ് ഫിഷിൽ കണ്ടുവരുന്ന ഒരു വൈറസ് ഡിസീസ്, ആ രീതിയിൽ ആലോചിച്ചാൽ മതി. ഓക്കെ, സോ 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Who won the 2021 Madrid Open Women's Singles title? മാഡ്രിഡ് ഓപ്പൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് തന്നെയാണ് മാഡ്രിഡ് ഓപ്പൺ. മാഡ്രിഡ് ഓപ്പണിൽ വുമൻ സിംഗിൾസ് ടൈറ്റിൽ ആരാണ് എന്നാണ് ചോദ്യം. വുമൻ സിംഗിൾസ് ടൈറ്റിൽ മാത്രം പഠിച്ചാൽ പോരാ, ഇവിടെ നമ്മൾ മെൻ സിംഗിൾ ടൈറ്റിലൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് വുമൻ സിംഗിൾ ടൈറ്റിൽ ആരാണ് എന്ന് നോക്കാം. ആരീന സബലെൻകയാണ് ഈ ഒരു വിമൻ സിംഗിൾ ടൈറ്റിൽ നേടിയിരിക്കുന്നത്. നമ്മുടെ നേരത്തെ ചാമ്പ്യനായിട്ടുള്ള ആഷ്ലി ബാർട്ടിയെ തോപ്പിച്ചുകൊണ്ടാണ് എന്നുള്ളത് ഒരു ഹിസ്റ്റോറിയസ് വിക്ടറി തന്നെയാണത്. അപ്പം ഈ അരീന സബലെൻക എന്ന് പറയുന്നത് ബെലാറസ്കാരിയാണ്. ബെലാറസിൽ നിന്നുള്ള പ്ലെയർ ആണ് അരീന സബലെൻക എന്ന് പറയുന്നത്. ആഷ്ലി ബാർട്ടിയെ തോപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ ഇത് മാത്രം പഠിച്ചാൽ മതിയോ?
അല്ല, മെൻ സിംഗിൾസ് ആരാന്നും കൂടെ പഠിക്കണം. അലക്സാണ്ടർ, ബാക്കി നിങ്ങൾക്ക് അറിയാമായിരിക്കും, അലക്സാണ്ടർ സെവരേവ്. അലക്സാണ്ടർ സെവരേവ് ആണ് മാഡ്രിഡ് ഓപ്പണിൽ മെൻ സിംഗിൾസിൽ ജയിച്ചിരിക്കുന്നത്. അലക്സാണ്ടർ സെവരേവ് എവിടെ നിന്നുള്ളതെന്ന് അറിയാലോ, ജർമ്മനിയിൽ നിന്നുള്ള പ്ലെയർ ആണ്. അപ്പൊ അലക്സാണ്ടർ സെവരേവ് ബിലോങ്സ് ടു ജർമ്മനി. അതോടെ അറിയാൻ വയ്യാത്തവര് നോട്ട് ചെയ്തോളുക. ജർമ്മൻ പ്ലെയർ ആണ് അലക്സാണ്ടർ സെവരേവ്. അപ്പൊ അദ്ദേഹമാണ് മെൻ സിംഗിൾസ്. അതേപോലെ വിമൻ സിംഗിൾസ് ആരാണ്? അരീന സബലേൻകായാണ്. ആഷ്ലി ബാർട്ടി അല്ല. ആഷ്ലി ബാർട്ടിയെ തോപ്പിച്ചുകൊണ്ടാണ് മാഡ്രിഡ് ഓപ്പൺ നേടിയത് എന്നുള്ളത് ഓർത്തിരിക്കണം, ഓർത്തിരുന്നേ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് 56ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who has been named as the Sportsman of the Year at the 2021 Laureus World Sports Award? അപ്പൊ ലോറിയസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. അപ്പൊ അതിലെ സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ചോദ്യങ്ങളാണ് വരുന്നത്, പക്ഷേ ഇതിനകത്ത് നമ്മൾ സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ മാത്രം പഠിച്ചാൽ പോരാ. എന്തായാലും നമുക്ക് ആരാണ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ എന്ന് തുടങ്ങിയിട്ട് നമുക്ക് പറയാം. റാഫേൽ നദാലാണ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ അവാർഡ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ സ്പോർട്സ് വിമൻ ഉണ്ട്, സ്പോർട്സ് വിമൻ ഓഫ് ദ ഇയർ അവാർഡ് ഉണ്ട്. അത് കിട്ടിയിരിക്കുന്ന നവോമി ഒസാക്കയാണ്. ജപ്പാനാണ്. ഓക്കെ, നവോമി ഒസാക്കയാണ്. ഈ റാഫേൽ നദാൽ സ്പാനിഷ് ആണ്. നവോമി ഒസാക്ക ജപ്പാനാണ്. ഇനി അതേപോലെ തന്നെ അത്ലറ്റ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞൊരു അവാർഡ് ഉണ്ട്. അത്ലറ്റ് അഡ്വക്കേറ്റ്, ഇത് മറ്റാരും അല്ല, നമ്മുടെ ലൂയിസ് ഹാമിൽട്ടൺ തന്നെയാണ്. അറിയാമല്ലോ ആരാന്ന്? ഗ്രാൻഡ് പ്രീ ആണ്, ലൂയിസ് ഹാമിൽട്ടൺ ആണ് അത്ലറ്റ് അഡ്വക്കേറ്റ് ആയിട്ട്. ഇനി അതേപോലെ തന്നെ ടീം ഓഫ് ദ ഇയർ എന്നും പറഞ്ഞ് വേറൊരു അവാർഡുണ്ട്. അത് നമ്മുടെ ബയേൺ മ്യൂണിച്ച് ആണ്, ഫുട്ബോൾ ക്ലബ് ആണ്, ബയേൺ മ്യൂണിച്ച് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. സ്പോർട്സ് മാൻ ആരാണ്? റാഫേൽ നദാലാണ്. സ്പോർട്സ് വിമൻ ആരാണ്? നവോമി ഒസാക്കയാണ്. അത്ലറ്റ് അഡ്വക്കേറ്റ് ആരാണ്? ലൂയിസ് ഹാമിൽട്ടൺ ആണ്. ടീം ഏതാണ്? ബയേൺ മ്യൂണിച്ച് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് 57ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹു വൺ ഓക്കെ, ഇവിടെ ഒരു ഇതുണ്ട്. ഹു വൺ ദ 2021 സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സ്? സ്പാനിഷ് ഗ്രാൻഡ് പ്രീ നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ ഒരു പോർച്ചുഗീസ് ഗ്രാൻഡ് പ്രീയുടെ കാര്യം പറഞ്ഞു, അത് ലൂയിസ് ഹാമിൽട്ടൺ ആയിരുന്നു. ഈ സ്പാനിഷ് ഗ്രാൻഡ് പ്രീ നേടിയതും ലൂയിസ് ഹാമിൽട്ടൺ തന്നെയാണ്. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാ? നേരത്തെ പറഞ്ഞ പോർച്ചുഗലും ഉണ്ട്, ഇപ്പോൾ പറഞ്ഞ സ്പാനിഷും ഉണ്ട്. ഇത് രണ്ടും ആർക്കാണ്? ലൂയിസ് ഹാമിൽട്ടൺ ആണ്. കോയിൻസിഡൻസ് എന്താന്ന് വെച്ചാൽ ഇവിടെയും ഈ ലൂയിസ് ഹാമിൽട്ടൺ തോപ്പിച്ചത് മാക്സ് വെർസ്റ്റപ്പനെ തന്നെയാണ്. റെഡ് ബുള്ളിന്റെ മാക്സ് വെർസ്റ്റപ്പനെ തന്നെയാണ്. ലൂയിസ് ഹാമിൽട്ടൺ മെഴ്സിഡസ് ആണ്. അപ്പോൾ മെഴ്സിഡസിന്റെ റെഡ് ബുള്ളിനെ തോപ്പിച്ച് തന്നെയാണ് ഇവിടെയൊക്കെ പോർച്ചുഗീസിലും അതേപോലെ തന്നെ സ്പെയിനിലും ഈ ഒരു ഗ്രാൻഡ് പ്രീ ടൈറ്റിൽ ലൂയിസ് ഹാമിൽട്ടൺ നേടിയിരിക്കുന്നത് എന്നുള്ളത് കോയിൻസിഡന്റ് ആയിട്ട് വന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി 58ാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് പോകാനുള്ളത്. ഹു ഹാസ് ബീൻ സ്വാൺ ഇൻ ആസ് ദി 15th ചീഫ് മിനിസ്റ്റർ ഓഫ് ആസാം? 15ാമത്തെ ആസാമിന്റെ 15ാമത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്? നമുക്കറിയാം സർബാനന്ദ സോണോവാൾ എന്നുള്ള പേര് നമ്മൾ ചേർത്തങ്ങ് പഠിച്ചേക്കുമായിരുന്നു. ആസാമിനോട് ചേർത്ത് പഠിച്ചൊരു പേരാണ് സർബാനന്ദ സോണോവാൾ. പക്ഷെ ഇപ്പൊ അത് മാറ്റി പറയേണ്ട കാര്യമായി. കാരണം സർബാനന്ദ സോണോവാൾ ഇപ്പൊ ആരായി? ഫോർമർ ആയി. അപ്പൊ ആരാണ് ഇപ്പോഴത്തെ? ഹിമന്ത ബിശ്വ ശർമ്മ. ആസാമിനോട് സർബാനന്ദ സോണോവാൾ വെട്ടിയിട്ട് ഹിമന്ത ബിശ്വ ശർമ്മ എന്നുള്ള പേര് പഠിക്കേണ്ട സമയമായി. അപ്പോ ക്യാപിറ്റൽ ഏതാണെന്ന് അറിയാലോ? ഡിസ്പൂർ ആണ്. ആസാമിന്റെ ക്യാപിറ്റൽ ഡിസ്പൂർ ആണ്. അവിടുത്തെ ന്യൂ CM ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 59th ക്വസ്റ്റ്യൻ. ദ ബുക്ക് ടൈറ്റിൽഡ് എലിഫന്റ് ഇൻ ദ വൂംബ് എന്ന് പറയുന്ന ഈ ബുക്ക് ഈസ് എ ഡിബേറ്റ് ബുക്ക് ബൈ വിച്ച് ഇന്ത്യൻ സെലിബ്രിറ്റി? ഏത് ഇന്ത്യൻ സെലിബ്രിറ്റിയുടെ ഡെബ്യൂ ബുക്കാണ് ഈ എലിഫന്റ് ഇൻ ദ വൂംബ് എന്ന് പറയുന്നത്? അപ്പം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കൽക്കി കോച്ച്ലൈൻ ആണ്. ഓക്കെ, അപ്പൊ കൽക്കി കോച്ച്ലൈന്റെ ആ ഒരു സെലിബ്രിറ്റി ബോളിവുഡ് ആക്ട്രസ് ആണ്. അപ്പം ആ ഒരു ആക്ട്രസിന്റെ ഡെബ്യൂ ബുക്കാണ് എലിഫന്റ് ഇൻ ദ വൂംബ് എന്ന് പറയുന്നത്. അപ്പൊ എലിഫന്റ് എന്നതും കൽക്കി എന്ന് പറയുന്ന വേർഡും തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കുക. എലിഫന്റ് ആൻഡ് കൽക്കി, ഇത് ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാനായിട്ട് പറ്റും. പിന്നെ കൽക്കി എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ പോരാ, കോച്ച്ലി എന്നുള്ള പേരൊന്ന് വായിച്ചു വെച്ചോണം. കാരണം കൽക്കി ചേർത്ത് തന്നെ മറ്റൊരു പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ 60ാമത്തെ ന്യൂസ് നോക്കാം. വിച്ച് യൂറോപ്യൻ കൺട്രി ഹോസ്റ്റഡ് ദ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സ് മീറ്റിംഗ് that was attended by PM Narendra Modi held in hybrid format? അപ്പം PM നരേന്ദ്ര മോദി അറ്റൻഡ് ചെയ്ത ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സ് മീറ്റിംഗ്, അപ്പോ അത് എന്താ പറയുന്നത്? വിച്ച് യൂറോപ്യൻ കൺട്രി ഹോസ്റ്റഡ്? ഏത് യൂറോപ്യൻ കൺട്രിയാണ് അത് ഹോസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. പോർച്ചുഗൽ ആണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സ് മീറ്റിംഗ് ആണ്.
അത് പോർച്ചുഗലാണ് ഹോസ്റ്റ് ചെയ്തത്. അറ്റൻഡ് ചെയ്യാനായിരുന്നു ഇന്ത്യൻ PM ആയിട്ടുള്ള നരേന്ദ്രമോദി ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും 61st ക്വസ്റ്റ്യനിലോട്ട് പോകാം. 61st ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് സ്പേസ് കമ്പനി ഈസ് സെറ്റ് ടു ലോഞ്ച് ദ DOG-1 മിഷൻ? ഡോഗ് എന്ന് പറയുമ്പോൾ DOGE ഉണ്ട്. DOG-1 മിഷൻ ടു ദി മൂൺ, ദ ഫസ്റ്റ് എവർ കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് paid entirely in the cryptocurrency Dogecoin. അപ്പോൾ ഇതെങ്ങനെയാണ് പേ ചെയ്തിരിക്കുന്നത്? Dogecoin എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് DOG-1 മിഷൻ ടു ദ മൂൺ, ഇത് ഏത് സ്പേസ് കമ്പനിയാണ് ലോഞ്ച് ചെയ്തത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത് മറ്റാരുമല്ല, സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ സ്പേസ് എക്സ് ആരുടെയാണെന്ന് അറിയാമല്ലോ, എലോൺ മസ്കിന്റെ ആണ്. എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ആണ് ഈ ഒരു DOG-1 മിഷൻ ടു ദ മൂൺ, അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് എവർ കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ്, അത് Dogecoin ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് കംപ്ലീറ്റ് ആയിട്ട് മേടിച്ചിരിക്കുന്ന ഈ ഒരു പേലോഡ്. അപ്പൊ ഈ DOG-1 മിഷൻ റിലേറ്റഡ് ടു സ്പേസ് എക്സ്, DOG-1 സ്പേസ് എക്സ് എന്നുള്ള പേര് ചേർത്ത് തന്നെ വായിച്ചു പഠിക്കുക. അപ്പൊ നമുക്ക് 62ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which education body has launched Dost for Life, an exclusive psychological counseling app for students and parents? അപ്പൊ സ്റ്റുഡൻസിനും പേരൻസിനും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് Dost for Life എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തത് ഏത് എഡ്യൂക്കേഷൻ ബോഡിയാണ് എന്നാണ് ചോദ്യം. CBSE ആണ്, കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പറയണം. CBSE ആണ് ഈ Dost for Life എന്ന് പറയുന്നത്. അത് അവരുടെ പേരൻസിന്റെ ഒക്കെ കൺവീനിയന്റ് ടൈം ചോദിച്ചിട്ട് ഒരു മീറ്റിംഗ് പോലെ അറേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് Dost for Life. അപ്പൊ അത് CBSE ആണ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് 63rd ക്വസ്റ്റ്യൻ നോക്കാം. 63rd ക്വസ്റ്റ്യൻ ഇതാണ്. Who has been appointed as the national president of FICCI Ladies Organization, FLO, the oldest woman-led and woman-centric business chamber of Southeast Asia? Southeast Asiaയിലെ ഓൾഡസ്റ്റ് വുമൺ-ലെഡ് ആൻഡ് വുമൺ-സെൻട്രിക് ബിസിനസ് ചേംബർ ആയിട്ടുള്ള FICCI ലേഡീസ് ഓർഗനൈസേഷന്റെ നാഷണൽ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഉജ്വല സിംഘാനിയ. ഉജ്വല സിംഘാനിയാണ് FLOയുടെ ഈ ഒരു നാഷണൽ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഉജ്വല സിംഘാനിയ. അപ്പൊ ഓർത്തിരിക്കുക, ഉജ്വല സിംഘാനിയ എന്തിനാണ്? FLO എന്നുള്ളത് ഓർത്തിരിക്കുക. FICCI ലേഡീസ് ഓർഗനൈസേഷന്റെ നാഷണൽ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളാണ് ഉജ്വല സിംഘാനിയ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിനി 64ാമത്തെ ന്യൂസ് നോക്കാം. Who has been named the ICC Men's Player of the month of April for his consistent and stellar performance across all formats? അപ്പോൾ ടെസ്റ്റ്, ODI, T20 ഇങ്ങനെയുള്ള എല്ലാ ഫോർമാറ്റിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തിയതിന്റെ പേരിൽ April 2021 മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് കിട്ടിയ ICC മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് കിട്ടിയ ക്രിക്കറ്റർ ആരാണ് എന്നാണ് ചോദ്യം. ബാബർ ആസാം, പാകിസ്ഥാൻ പ്ലെയർ ആയിട്ടുള്ള ബാബർ ആസാം ആണ് ഈ ഒരു ഏപ്രിൽ മന്തിലെ ICC മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 65th ക്വസ്റ്റ്യൻ. ഇതാണ് 65th ക്വസ്റ്റ്യൻ. നോക്കുക, വിച്ച് എൻറ്റിറ്റി ഇൻ അസോസിയേഷൻ വിത്ത് മാസ്റ്റർ കാർഡ്, അപ്പൊ ഏത് എൻറ്റിറ്റി ഇൻ അസോസിയേഷൻ വിത്ത് മാസ്റ്റർ കാർഡ് റിലീസ് ദെയർ റിപ്പോർട്ട് ടൈറ്റിൽഡ് കണക്റ്റഡ് കൊമേഴ്സ്. അപ്പൊ കണക്റ്റഡ് കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു റിപ്പോർട്ട് ആരൊക്കെ ചേർന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. ക്രിയേറ്റിംഗ് എ റോഡ് മാപ്പ് ഫോർ എ ഡിജിറ്റലി ഇൻക്ലൂസീവ് ഭാരത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. കണക്റ്റഡ് കൊമേഴ്സ് ക്രിയേറ്റിംഗ് എ റോഡ് മാപ്പ് ഫോർ എ ഡിജിറ്റലി ഇൻക്ലൂസീവ് ഭാരത്. ഈ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മാസ്റ്റർ കാർഡുമായിട്ട് ചേർന്നുകൊണ്ട് ഏത് ഓർഗനൈസേഷൻ ആണെന്നാണ് ചോദ്യം. നീതി ആയോഗ് ആണ്. ഓക്കെ, നീതി ആയോഗും മാസ്റ്റർ കാർഡും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കണക്റ്റഡ് കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 66th ക്വസ്റ്റ്യൻ. Who has won the Best Actor award at the New York City International Film Festival for his performance in the short film titled Happy Birthday? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് തന്നെ ന്യൂയോർക്ക് സിറ്റി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ആ ഒരു ഷോർട്ട് ഫിലിമിലെ പെർഫോമൻസ് കൊണ്ട് ഏത് ആക്ടറിനാണ് ഈ ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് അനുപം ഖേർ. ഹാപ്പി ബർത്ത്ഡേയിൽ അനുപം ഖേറിന്റെ ആ ഒരു പെർഫോമൻസിന് അനുപം ഖേറിനാണ് ന്യൂയോർക്ക് സിറ്റി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ന്യൂയോർക്ക് സിറ്റി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് അനുപം ഖേറിനാണ് കിട്ടിയിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു 67th ക്വസ്റ്റ്യൻ.
Dash is the first Parsi in close to 50 years to represent Indian cricket team. Indian cricket team in 50 വർഷത്തിന് ശേഷം close to 50 years എന്നാണ് പറയുന്നത് ആദ്യത്തെ പാർസി, അതായത് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുന്ന പാർസി പ്ലെയർ 50 വർഷത്തിന് ശേഷം വരുന്ന പാർസി പ്ലെയർ എന്ന് പറഞ്ഞാൽ ഒരു പാർസി കമ്മ്യൂണിറ്റിയാണ്, അതൊരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ്. അതിൽ പണ്ട് ഫറോക്ക് എഞ്ചിനീയർ എന്നും പറഞ്ഞ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഇപ്പൊ 50 വർഷം ആവുന്നു മറ്റൊരു പ്ലെയർ വന്നിട്ട്. അപ്പോൾ ഇപ്പൊ ന്യൂസിലാൻഡിനും ഇംഗ്ലണ്ടിനും എതിരായിട്ടുള്ള പരമ്പരയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുള്ള ഒരു പേരാണ് അർസാൻ നാഗ്വാസ്വല്ല. ഇതാണ് അർസാൻ നാഗ്വാസ്വല്ല. അപ്പം ഇദ്ദേഹമാണ് ഈ ഒരു പാർസി കമ്മ്യൂണിറ്റി 50 വർഷത്തിന് ശേഷം വരുന്ന ഒരു പേരെന്ന് പറയുന്നത്. അപ്പൊ അർസാൻ എന്നുള്ള പേരാണ് ഓർത്തിരിക്കേണ്ടത്. നാഗ്വാസ്വല്ല എന്നുള്ളത് ജസ്റ്റ് ഓർത്തിരിക്കുക. അർസാൻ ആരാണ്? പാർസി. അർസാൻ പാർസി, പാർസി അർസാൻ, അതെങ്ങനെ വേണേലും കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, so let's go to 68th question. Which bank has launched the AI-based chatbot EVA in partnership with Common Service Center for educating village-level entrepreneurs about bank products and services? ബാങ്ക് പ്രോഡക്റ്റിനെയും സർവീസസിനെ ഒക്കെ പറ്റിയിട്ട് വില്ലേജ് ലെവൽ എന്റർപ്രണേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് കോമൺ സർവീസ് സെന്ററുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഇവ എന്ന് പറയുന്ന AI ബേസ്ഡ് ചാറ്റ് ബോട്ട് ലോഞ്ച് ചെയ്തത് ഏത് ബാങ്ക് ആണ് എന്നുള്ളതാണ് ചോദ്യം. HDFC ബാങ്ക് ആണ് ഇവ എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ചാറ്റ് ബോട്ടിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ HDFC ബാങ്ക് കോമൺ സർവീസ് സെന്ററുമായിട്ട് ചേർന്നുകൊണ്ട് വില്ലേജ് എന്റർപ്രണേഴ്സിന് ഈ ഒരു കാര്യത്തിനെ പറ്റി കൂടുതൽ അവയർനെസ് കിട്ടാനാണ് ഇവ എന്ന് പറയുന്ന ഈ ഒരു ചാറ്റ് ബോട്ടിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ്. So let's go to 69th question. Who has been appointed as the CEO of the proposed National Asset Reconstruction Company, NARCL? NARCL എന്ന് പറയും. അപ്പോൾ അതെന്താണ്? നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് ആണ് NARCL എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. പത്മകുമാർ M നായർ ആണ് ഈ ഒരു NARCLന്റെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളെന്ന് പറയുന്നത്. NARCL സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. പത്മകുമാർ M നായർ ഇസ് ദ CEO ഓഫ് NARCL. ഇതാണ് റീസെന്റ് അപ്പോയിന്റ്മെന്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 70th question. Who among the following has been sworn in as the new administrator of NASA? നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വന്ന ആൾ ആരാണ് എന്നാണ് ചോദ്യം. ബിൽ നെൽസൺ. അപ്പൊ നാസയുടെ ബിൽ എന്ന് ഓർത്ത് എഴുതാൽ മതി. അപ്പൊ ബിൽ നെൽസൺ ആണ്. ഈ ബിൽ നെൽസൺ സെനറ്റർ ആണ്, സെനറ്റിൽ ഉണ്ടായിരുന്ന ഒരു അംഗമാണ്, ഫോർമർ സെനറ്റർ എന്നാണ് പറയുന്നതിന്. അപ്പൊ ഈ ഒരു ബിൽ നെയ്സൺ ആണ് ഈ ഒരു നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഇപ്പോ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ഇപ്പൊ നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ. നാസയുടെ ബിൽ എന്നുള്ളത് ഒരു ചെറിയ രസകരമായിട്ട് ഓർത്തിരിക്കാനുള്ള ഒരു കോഡാണ്. നാസയുടെ ബിൽ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 71st question. Who has authored the book titled Life in the Clock Tower Valley? ലൈഫ് ഇൻ ദ ക്ലോക്ക് ടവർ വാലി എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്, ആ ഒരു ബുക്കിന്റെ ഓതർ ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ അതിനു മുന്നേ ഈ ഒരു ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്, PTI, ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇവരുടെ ഡെബ്യൂ ബുക്കാണ്, അതായത് ഇവരുടെ ആദ്യത്തെ ബുക്ക് കൂടാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. അപ്പൊ ഈ ഒരു ബുക്ക് ഏതാണ്? ആ ബുക്കിന്റെ പേര് ലൈഫ് ഇൻ ദ ക്ലോക്ക് ടവർ വാലി എന്നാണ്. ഇതിന്റെ ഓഥറുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്, ഷക്കൂർ രാധർ എന്നാണ്. അപ്പം ഷക്കൂർ രാധർ ആണ് ഈ ഒരു ലൈഫ് ഇൻ ദ ക്ലോക്ക് ടവർ വാലി. അപ്പൊ ക്ലോക്ക് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ലൈഫ് ഇൻ ദ ക്ലോക്ക് ടവർ വാലി എന്നൊക്കെ പഠിക്കാൻ പാടാം. അപ്പൊ ക്ലോക്ക് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് ഷക്കൂർ റാഥർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഷക്കൂർ റാഥർ എന്നുള്ള പേര് ഓർത്തിരിക്കുക. ക്ലോക്ക് എന്നുള്ളത്, ക്ലോക്കിനെ പറ്റിയുള്ള ബുക്ക് എന്ന് വല്ലതും ജസ്റ്റ് ആലോചിച്ചാൽ മതി. അത്രയും വലിയ പേര് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTIയുടെ ഡെബ്യൂ ബുക്ക് ആണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതെന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് 72nd ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ BJ Watling held from which country, who has announced that he would be retiring from international cricket after the 3 tests, including World Test Championship final against India. ഇന്ത്യയുമായിട്ടുള്ള വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലോട് കഴിഞ്ഞതിന് ശേഷം റിട്ടയർ ചെയ്യും എന്ന് അനൗൺസ് ചെയ്ത BJ Watling ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ്. അദ്ദേഹം ഏത് കൺട്രിയിൽ നിന്നുള്ളതാണ് എന്നാണ് ചോദ്യം. ന്യൂസിലാൻഡിൽ നിന്നുള്ള പ്ലെയർ ആണ് BJ Watling എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കും എന്നാണ് അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ 73rd ക്വസ്റ്റ്യൻ ആണ് ഇനി നോക്കാനുള്ളത്. 73ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
ഹു ഹാസ് ലോഞ്ച്ഡ് ആൻ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ലൈബ്രറി? ഓക്സിജൻ ഓൺ വീൽസ് പഠിച്ചു, ഇപ്പൊ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ലൈബ്രറി ആണ്. അപ്പൊ അതാരാണ് ലോഞ്ച് ചെയ്തത്? അറ്റ് ഹെർ ഡൽഹി ഓഫീസ് ടു ഹെൽപ്പ് പേഷ്യൻസ് സഫറിംഗ് വിത്ത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ. അപ്പം എന്താ പറയുന്നത്, അവിടെ വരുന്ന പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ ഒരാളാണ് അവരുടെ ഓഫീസിൽ ഈ ഒരു ഓക്സിജൻ കൺസെൻട്രേറ്റർ ലബോറട്ടറി അല്ല ലൈബ്രറി കൊണ്ടുവന്നിരിക്കുന്നത്. അത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആണ്. പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അവിടെ വരുന്നവർക്ക്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഈ ഒരു സർവീസ് അവിടെ കൊടുക്കുന്നത് എന്നുള്ളതും വളരെ എന്താ പറയുന്നത്, നമുക്ക് സന്തോഷം തരുന്ന ഒരു ന്യൂസ് തന്നെയാണ്. ഇതാരാണെന്ന് ചോദിച്ചാൽ ആം ആദ്മി പാർട്ടിയുടെ MLA ആയിട്ടുള്ള അതിഷി. അപ്പം അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ MLA ആണ് അതിഷി എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഓഫീസിലാണ്, അദ്ദേഹത്തിന്റെ ഡൽഹി ഓഫീസിലാണ് ഈ ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റഡ് ലൈബ്രറി കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റിലുള്ള സർവീസ് ആണ് അവിടെ കൊടുക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു 74th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് വേൾഡ്സ് ഫസ്റ്റ് അൺമാൻഡ് വെസൽ വിച്ച് ഈസ് സെറ്റ് ടു നാവിഗേറ്റ് അക്രോസ് അറ്റ്ലാന്റിക്? അറ്റ്ലാന്റിക്കിന് അക്രോസ് ആയിട്ട് നാവിഗേറ്റ് ചെയ്യുന്ന ആദ്യത്തെ അൺമാൻഡ് വെസൽ, വേൾഡിലെ ആദ്യത്തെ അൺമാൻഡ് വെസലിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഒരു പേരാണ്, നല്ല ഒരു പേരാണ്. മെയ് ഫ്ലവർ 400 എന്നാണ് ഈ ഒരു വെസലിന്റെ പേര്. അൺമാൻഡ് വെസലാണ് ഇത്. IBM-ഉം അതേപോലെ തന്നെ പ്രൊമേർ എന്നാണ് ഈ രണ്ട് കമ്പനി തമ്മിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടാക്കിയതാണ് ഈ മെയ് ഫ്ലവർ എന്ന് പറയുന്നത്. ഈ പ്രൊമേർ എന്ന് പറയുന്ന ഒരു റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പഠിച്ചാൽ മതി, അതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അറ്റ്ലാന്റിക്കിനെ ക്രോസ് ആയിട്ട് നാവിഗേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് അൺമാൻഡ് വെസൽ ഇൻ ദ വേൾഡ് ആണ് മെയ് ഫ്ലവർ 400 എന്നുള്ളത്. നോട്ട് ചെയ്ത് പഠിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 75th ക്വസ്റ്റ്യൻ. Which major fintech has launched COVID-19 Vaccine Finder, a platform which helps citizens check the availability of vaccination slot? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ന്യൂസ് ആണ്. ഫേസ്ബുക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി ഇതിനു വേണ്ടിയിട്ടൊരു പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ഏതിനാ? ഈ ഒരു വാക്സിൻ ഫൈൻഡർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ ഒരു ഫിൻടെക്, മേജർ ഫിൻടെക്, ഞാൻ തോന്നുന്നു ഈ ഒരു ന്യൂസും അതിന്റെ കൂടെ തന്നെ പറഞ്ഞു എന്നാണ് ഞാൻ തോന്നുന്നത്. Paytm എന്ന് പറയുന്ന ഈ ഒരു ഫിൻടെക്കിലും ഈ ഒരു വാക്സിൻ ഫൈൻഡർ എന്ന് പറയുന്ന ഈ ഒരു ടൂള് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വാക്സിനേഷൻ സ്ലോട്ടിനെ പറ്റി ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാക്സിൻ ഫൈൻഡർ എന്ന് പറയുന്ന ഈ ഒരു ടൂള് ഇതിനകത്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫേസ്ബുക്കും അതേപോലെ തന്നെ Paytm-ഉം ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് കൂടെ നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 76th ക്വസ്റ്റ്യൻ. Which organization has been conferred with the prestigious Green Urja Award 2021? അപ്പൊ ഗ്രീൻ ഊർജ അവാർഡ് കിട്ടിയത് ഏത് ഗ്രൂപ്പിനാണ്, അല്ലെങ്കിൽ ഏത് ലിമിറ്റഡിനാണ് എന്നൊക്കെയാണ്. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ആർക്കാണ് കിട്ടിയത്, വിച്ച് ഓർഗനൈസേഷൻ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ICC ആണ് ഇത് കൊടുക്കുന്നത്. ICC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ICC അല്ല, ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയും. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ്, ഇവരാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അവാർഡിന്റെ റിസീവർ ആരാ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. IREDA എന്ന് പറയും, അതായത് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി. അപ്പോൾ ഇവർക്കാണ് ഈ ഒരു ഗ്രീൻ ഊർജ അവാർഡ് 2021 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ CMD, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് പ്രദീപ് കുമാർ ദാസ് ആണ്. ഓക്കെ, പ്രദീപ് കുമാർ ദാസ്. അപ്പോൾ പ്രദീപ് കുമാർ ദാസ് ആണ് ഈ ഒരു IREDA-യുടെ CMD എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ഊർജ അവാർഡ് നേടിയത് ആർക്കാണ്? ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി, അല്ലെങ്കിൽ IREDA എന്ന് പറയും. ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ICC ആണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു 77th ന്യൂസ് ക്വസ്റ്റ്യൻ. Which nation will become the most populated country by 2027 as per UN report? സംശയമൊന്നുമില്ലാതെ പറയാം, ഇന്ത്യ. കാരണം ചൈനയുടെ ഗ്രോത്ത് റേറ്റ് ഇപ്പോൾ ലോ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയാൽ 2027 ആകുമ്പോഴത്തേക്ക് ഇന്ത്യ ആയിരിക്കും ഏറ്റവും മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി എന്നാണ് ആര് പറയുന്നത്? UN പറയുന്നത്. അപ്പോൾ ഇന്ത്യ ആയിരിക്കും 2027 മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി. സംശയമില്ലാതെ തന്നെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ലെറ്റ്സ് ഗോ ടു 78th ക്വസ്റ്റ്യൻ. In May 2021, India conducted PASEX with which country in Southern Arabian Sea? അപ്പോൾ സദേൺ അറേബ്യൻ സീയില് മെയ്യില് പാസെക്സ് എന്ന് പറയുന്ന എക്സസൈസ് ഇന്ത്യ ആരുമായിട്ടാണ് കണ്ടക്ട് ചെയ്തത് എന്നാണ് ചോദ്യം. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലാണ് ഈ ഒരു പാസെക്സ് ഈ ഒരു സദേൺ അറേബ്യൻ സീയിൽ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ സദേൺ അറേബ്യൻ സീയിൽ മെയ്യിൽ കണ്ടക്ട് ചെയ്ത പാസെക്സ് ആരുമായിട്ടാണ്? ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള നേവൽ എക്സർസൈസ് ആണ്. ഓക്കെ, നേവൽ എക്സർസൈസ് ആണെന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. പാസെക്സ് എന്ന് പറയുന്നത് നേവൽ എക്സർസൈസ് ആണ്.
Okay, so let's go to 79th question. 79th question നോക്കാം. Who has launched a helpline number for senior citizens who are struggling with their essential needs amid COVID-19? അപ്പോൾ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ, നമ്മൾ നേരത്തെ ഒരു വാട്സാപ്പ് ഹെൽപ്പ് ലൈൻ നമ്പർ പറഞ്ഞായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ എന്നേ പറയുന്നുള്ളൂ, സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള. മറ്റേത് പ്രഗ്നന്റ് വിമന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ, ഇവിടെ എസെൻഷ്യൽ നീഡ്സിന് വേണ്ടി തന്നെയാണ്. അപ്പം ഇതും നല്ല ഒരു മൂവ് തന്നെയാണ്. അപ്പോൾ ഇത് പക്ഷേ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഡൽഹി പോലീസാണ്. അപ്പോൾ ഡൽഹി പോലീസിന്റെ ഒരു കോവി വാൻ എന്ന് പറയുന്നത് ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. ഈ കോവി വാൻ വഴിയാണ് ഇതിന്റെ സർവീസും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പം ഇതൊരു സീനിയർ സിറ്റിസൺസിനുള്ള ഹെൽപ്പ് ലൈൻ ആണ് ഈ കോവി വാൻ എന്നുള്ളത്. അപ്പം അത് ഡൽഹി പോലീസാണ് ലോഞ്ച് ചെയ്തത് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 80th question. 80th question നോക്കാം. Public Enterprises Selection Board (PESB) has named Dash as the chairman and managing director of Bharat Petroleum Corporation Limited. ഇപ്പോൾ ഭാരത് പെട്രോളിയത്തിന്റെ CMD ആയിട്ട് പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ബോർഡ് ആരെയാണ് നെയിം ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് BPCLന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ എന്നാണ് നമ്മുടെ ചോദ്യം. അരുൺ കുമാർ സിംഗ് ആണ് CMD ഓഫ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. അദ്ദേഹത്തെ നെയിം ചെയ്തത് ആരാണ്? PESB ആണ്, പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ബോർഡാണ്. അപ്പോൾ അതൊരു അപ്പെക്സ് ബോഡിയാണിത്. ഇതിന്റെ മുന്നിലത്തെ ഈ ഒരു പൊസിഷനിൽ ഇരുന്നത് K പത്മകുമാർ ആണ്. പത്മകുമാർ M നായർ നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂസാണ്. K പത്മകുമാർ ആണ് ഇതിന് മുന്നേ ഈ ഒരു ഭാരത് പെട്രോളിയത്തിന്റെ CMD ആയിട്ടിരുന്നത്. ഇപ്പോൾ അരുൺ കുമാർ സിംഗ് ആണ്. അപ്പം അരുൺ കുമാർ സിംഗ് എന്ന് പറയുന്നത് ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ CMD ആണെന്നുള്ളത് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 81st question. Which of the following state or UT has achieved the target of 100% pipe water connection in rural areas under Jal Jeevan Mission? ജൽ ജീവൻ മിഷന്റെ അണ്ടറിൽ 100% പൈപ്ഡ് വാട്ടർ കണക്ഷൻ കരസ്ഥമാക്കിയ സ്റ്റേറ്റ് ഓർ UT ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ പുതുച്ചേരിയാണ്. ഇത് ആദ്യത്തെ അല്ല, 4മത്തെയാണ്. 3 സ്റ്റേറ്റ് ഇതിന് മുന്നേ തന്നെ 100% പൈപ്പ് വാട്ടർ കണക്ഷൻ കൊണ്ടുവന്നിരുന്നു. ഗോവ, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ, ഇങ്ങനെ 3 സ്റ്റേറ്റാണ് കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ പുതുച്ചേരി എന്ന് പറയുന്ന സ്റ്റേറ്റും അതാണ് 4th സ്റ്റേറ്റ് ടു റീച്ച് ദ 100% പൈപ്ഡ് വാട്ടർ കണക്ഷൻ അണ്ടർ ജൽ ജീവൻ മിഷൻ. ഇറ്റ്സ് പുതുച്ചേരിയെ പറ്റിയിട്ടുള്ളൊരു CMന്റെ ന്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രംഗസ്വാമിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ റെഫറൻസ് ആയിട്ട് വെച്ചോളുക. സോ നമുക്ക് 82nd ക്വസ്റ്റ്യനിലോട്ട് പോകാം. Who has been named as the Sri Lanka's ODI captain ahead of their 3-match series against Bangladesh starting from 23rd May? 23 തീയതി മെയ് 23 നടക്കാനിരുന്ന ബംഗ്ലാദേശിന്റെ സീരീസിലെ ശ്രീലങ്കൻ ടീമിന്റെ വൺ ഡേ ഇന്റർനാഷണൽ ക്യാപ്റ്റനായിട്ട് വന്നത്, അല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് കളിക്കാരനാണെന്നാണ് ചോദ്യം. കുശാൽ പെരേരയാണ് ശ്രീലങ്കയുടെ ഈ ഒരു സീരീസിനെതിരെ, ബംഗ്ലാദേശിനെതിരെയുള്ള സീരീസിന്റെ ODI ക്യാപ്റ്റനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് കുശാൽ പെരേരയാണ്. സോ ഓർത്തിരിക്കുക, കുശാൽ പെരേര എന്നുള്ള പേര് ഓർത്തിരിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 83rd question. Elara Technologies owned online reality firm Housing.com has released State of Healthcare in India report showing 69% of hospital beds in India are concentrated in urban areas. 69% ഹോസ്പിറ്റൽ ബെഡും അർബൻ ഏരിയാസിലാണെന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്, സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ റിപ്പോർട്ട് എന്ന് പറയും. അത് housing.com ആണ് അത് റിലീസ് ചെയ്തത് എന്നും പറയുന്നുണ്ട്. നമ്മളോട് ചോദ്യം, ആസ് പെർ ദ റിപ്പോർട്ട് വിച്ച് കൺട്രി ഈസ് ദ മോസ്റ്റ് ഇക്വിപ്ഡ് സിറ്റി ഇൻ ഇന്ത്യ? ഏത് സിറ്റിയാണ് ഏറ്റവും ഇക്വിപ്ഡ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 69% ഹോസ്പിറ്റൽ ബെഡും അർബൻ ഏരിയാസിലാണ്. അതിൽ ഏറ്റവും ഇക്വിപ്ഡ് ആയിട്ടുള്ള സിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ പൂനെയാണ്. അപ്പോൾ പൂനെയാണ് ഏറ്റവും ഇക്വിപ്ഡ് ആയിട്ടുള്ള സിറ്റി. അത് ഏതാണ്? സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ റിപ്പോർട്ടാണ്. housing.comന്റെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ റിപ്പോർട്ടിൽ 69% ഹോസ്പിറ്റൽ ബെഡും അർബൻ ഏരിയാസിലാണെന്ന് പറഞ്ഞ ആ റിപ്പോർട്ടിൽ ഏറ്റവും ഇക്വിപ്ഡ് ആയിട്ടുള്ള സിറ്റിയാണ് പൂനെ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഇനി അതേപോലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് വന്നിരിക്കുന്നത് ഡൽഹിയാണ്. ഡൽഹിയിലാണ് ഏറ്റവും ലോവസ്റ്റ് വന്നിരിക്കുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി പൂനെയിലെ ഒരു റേറ്റിനെ പറ്റിയിട്ട് അവർ പറയുന്നുണ്ട്, 3.5 ബെഡ് പെർ 1000 പേഴ്സൺ എന്നുള്ളതാണ് അവിടുത്തെ റേറ്റ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഇൻ കേസ് ചോദിച്ചാൽ 3.5/1000 എന്നുള്ള ഡിജിറ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 84th question. Google has updated its Google Pay app in the US to allow its users in the US to transfer funds to Indian and Singapore users. Did Google updated the app partnership with which company? അപ്പം ഈ ഒരു ഗൂഗിള്
അവരുടെ ഒരു ഗൂഗിൾ പേ എന്ന് പറയുന്നത് US ലോഞ്ച് ചെയ്തു. ഇന്ത്യയിലേക്കും സിംഗപ്പൂരിലേക്കും അവരുടെ ബിസിനസ് നീഡ്സിന് വേണ്ടിയിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ആ ഒരു ഗൂഗിൾ പേയിലൂടെ ആ ഒരു യൂസേഴ്സിന് ലഭിക്കുക. അപ്പോൾ ഇത് പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ളത് ഗൂഗിൾ ആരൊക്കെയായിട്ട് പാർട്ട്ണർഷിപ്പിലാണ് ഈ ഒരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത്, മണി ട്രാൻസ്ഫർ പോളിസി കൊണ്ടുവന്നിരിക്കുന്നതാണ് ചോദ്യം. ഇതിനകത്ത് ഈ വെസ്റ്റേൺ യൂണിയൻ, റെമിറ്റ്ലി, മണിഗ്രാം, വൈസ്, ബോത്ത് വെസ്റ്റേൺ യൂണിയൻ ആൻഡ് വൈസ്. ഇപ്പൊ ബോത്ത് വെസ്റ്റേൺ യൂണിയൻ ആൻഡ് വൈസ്, കാരണം ഈ വെസ്റ്റേൺ യൂണിയൻ, വൈസ് ഇത് രണ്ടും രണ്ട് സാധനങ്ങളാണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പല കൺട്രീസുമായിട്ട് ടൈപ്പ് ഉണ്ട്. ഒരു ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേ എന്നുള്ള രീതിയിൽ പല രാജ്യങ്ങളുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പം ഏകദേശം കുറേ കൺട്രീസിൽ, ഏകദേശം ഒരു 100-200 കൺട്രീസ് ഉണ്ട്, കറക്റ്റ് നമ്പർ എനിക്കറിയില്ല, ബട്ട് അത്രയും കൺട്രീസിലേക്കും ട്രാൻസാക്ഷൻ നടത്താൻ സാധ്യമാണ്. അപ്പം ഇൻ ഫ്യൂച്ചർ അത്രയും വരാം. ഇപ്പോൾ ഇന്ത്യയിലേക്കും സിംഗപ്പൂർ യൂസേഴ്സിനും വേണ്ടിയിട്ടാണ്. അപ്പം വെസ്റ്റേൺ യൂണിയൻ, വൈസ് എന്ന് പറയുന്ന രണ്ട് പേയ്മെന്റ് പ്ലാറ്റ്ഫോം വഴി അവരുമായിട്ടാണ് ഈ ഒരു ഗൂഗിള് ഈ ഒരു ടൈപ്പ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ US-ലുള്ളവർക്ക് ഇന്ത്യയിലേക്കും സിംഗപ്പൂരിലേക്കും മണി ട്രാൻസ്ഫർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 85th question. Who among the following represented from India in the 4th India-Swiss Financial Dialogue which was held virtually in May 2021? മെയ് 2021 നടന്ന ഇന്ത്യ സ്വിസ് ഫൈനാൻഷ്യൽ ഡയലോഗിന്റെ 4th ഇന്ത്യ സ്വിസ് ഫൈനാൻഷ്യൽ ഡയലോഗിന്റെ അതിൽ ഇന്ത്യ എന്നുള്ള റെപ്രസെന്റേഷൻ ആരാണ് എന്നാണ് ചോദ്യം. അജയ് സേത്ത് ആണ് ഈ ഒരു ഇന്ത്യയിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഈ അജയ് സേത്ത് ആരാണെന്ന് നമുക്കറിയാം. ആരാണ്? എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ആണ്. സെക്രട്ടറി ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് ഈ അജയ് സേത്ത് എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ഈ 4th ഇന്ത്യ സ്വിസ് ഫൈനാൻഷ്യൽ ഡയലോഗ്, മെയ്യിൽ നടന്ന 4th ഇന്ത്യ സ്വിസ് ഫൈനാൻഷ്യൽ ഡയലോഗിൽ ഇന്ത്യയിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ടു 86th ന്യൂസ്. In May 2021, RBI granted prepaid payment instrument PPI authorization to which of the following organization? അപ്പൊ RBI ആർക്കാണ് ഈ ഒരു ഓതറൈസേഷൻ, PPI ഓതറൈസേഷൻ കൊടുത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, ഫൈനാൻഷ്യൽ അവയർനെസ്സിൽ വരുന്ന ന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പേരൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഈറോട്ട് ടെക്നോളജീസ് എന്നാണ്, റോട്ട് എന്നൊക്കെ വായിക്കാം. ഈറോട്ട് ടെക്നോളജീസിനാണ് ഇതൊരു PPI ഓതറൈസേഷൻ RBI ഗ്രാന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എറോട്ട് ടെക്നോളജീസ് എന്നുള്ള പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ് എന്നാണ് PPIയുടെ ഫുൾ ഫോം വരുന്നത്. അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സോ ലെറ്റ്സ് ഗോ ടു 87th question. Which small finance bank has launched I choose my number feature for all its customers across India? Select their favorite numbers as their savings or current account number. അപ്പൊ സേവിങ്സിന്റെയും കറണ്ട് അക്കൗണ്ട് നമ്പറിന്റെയും അവസാനത്തെ 10 ഡിജിറ്റ് ഇഷ്ടമുള്ള നമ്പർ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഐ ചൂസ് മൈ നമ്പർ എന്നുള്ള ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഏത് സ്മാൾ ഫിനാൻസ് ബാങ്ക് ആണ് എന്നാണ് നമ്മുടെ ചോദ്യം. ജന സ്മാൾ ഫിനാൻസ് ബാങ്ക് ആണ് ഇങ്ങനെ ഒരു ഐ ചൂസ് മൈ നമ്പർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. ഫേവറേറ്റ് നമ്പർ ആയിട്ട് ചൂസ് ചെയ്യാം. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 88th question. Who has been appointed as the executive director of RBI? RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ടി രവിശങ്കറിനെ എന്താ പറയുന്നത്, നമ്മുടെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സിൽ ഒരാളായിട്ട് അപ്പോയിന്റ് ചെയ്തു. അപ്പൊ അവിടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റ് വേക്കന്റ് ആയിരുന്നു. അതിലേക്ക് ആരാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് എന്നാണ് നമ്മുടെ ചോദ്യം. ജോസ് ജെ കട്ടൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജോസ് ജെ കട്ടൂർ എന്നുള്ള അദ്ദേഹമാണ് ഇപ്പൊ RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞല്ലോ. ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ആളെ നമ്മുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് പ്രൊമോട്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റിലേക്കുള്ള ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നത്. So let's go to 89th question. Who has won 2021 World Food Prize for her groundbreaking research in developing holistic nutrition sensitive approaches to aquaculture and food system? അപ്പൊ aquaculture, food system, nutrition sensitive approach ഇങ്ങനെയുള്ള ഈ ഒരു ഏരിയാസിൽ വളരെ മികച്ച റിസർച്ച് നടത്തിയതിന്റെ ഭാഗമായിട്ട് ഒരു വേൾഡ് ഫുഡ് പ്രൈസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വേൾഡ് ഫുഡ് പ്രൈസ് നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. അതൊരു ന്യൂട്രീഷൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ശകുന്തള ഹർക്ക സിംഗിനാണ് ഈ ഒരു വേൾഡ് ഫുഡ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ വേൾഡ് ഫുഡ് പ്രൈസ് റിലേറ്റഡ് ടു ശകുന്തള ഹർക്ക സിംഗ്. അപ്പൊ ഇത് ഒരു ന്യൂട്രീഷൻ എക്സ്പേർട്ട് ആണ് എന്നുള്ളത് ഒരു ആഡഡ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളുക. സോ ലെറ്റ്സ് ഗോ ടു 90th question. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Geojit Financial Services has entered into an agreement with which bank to provide a 3-in-1 account to the latest customers? അപ്പം ഒരു 3-in-1 അക്കൗണ്ട്
ഈ 3-in-1 അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ബാങ്കിങ് മാത്രമല്ല, ബാങ്കിങ്ങും ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റും നടത്താൻ പറ്റിയാണ് ഈ 3-in-1 അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ജിയോജിത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു വലിയ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ഈ ഒരു ജിയോജിത്ത് ട്രേഡിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ജിയോജിത്ത് എന്ന് പറയുന്ന ആ ഒരു ഫേം പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ടൈപ്പിലാണ് ഈ ഒരു 3-in-1 അക്കൗണ്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ജിയോജിത്തും പി എൻ ബിയും ചേർത്ത് തന്നെ പഠിക്കുക. പഞ്ചാബ് നാഷണൽ ബാങ്കും ജിയോജിത്ത് ഫൈനാൻഷ്യൽ സർവീസോടാണ് ഈ ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, 3-in-1 അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ബാങ്കിങ്, ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ് 3 കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുന്ന സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ട്സും ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇപ്പൊ 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The first BRICS Employment Working Group (EWG) meeting of 2021 was held recently. Which country is the chair of BRICS in 2021? 2021 ബ്രിക്സിന്റെ ചെയർ അത് മറ്റാരുമല്ല, ഇന്ത്യ തന്നെയാണ്. അപ്പൊ ബ്രിക്സ് എന്ന് പറയുമ്പോൾ 5 കൺട്രീസ് വരുന്നതാണ്. അപ്പൊ അതിന്റെ ഇപ്പൊ നടന്നത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് EWGയുടെ മീറ്റിംഗ് ആണ്. സോഷ്യൽ സെക്യൂരിറ്റി, ലേബർ മാർക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടക്കാറുള്ളത്. അപ്പൊ അതിന്റെ 2021 ബ്രിക്സിന്റെ ചെയർ എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. അപ്പൊ തെറ്റിപ്പോവാതെ ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 92nd ക്വസ്റ്റ്യൻ. 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Who has been appointed as the new Under Secretary General for Humanitarian Affairs and Emergency Relief Coordinator? അതിന്റെ ഷോർട്ട് ഫോം ആണ് പറഞ്ഞിരിക്കുന്നത് USG/ERC. USG എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ സെക്രട്ടറി ജനറൽ. ERC എന്ന് പറഞ്ഞാൽ എന്താണ്? എമർജൻസി റിലീഫ് കോർഡിനേറ്റർ. അത് UN-ന്റെ ആണ്. അപ്പൊ UN-ന്റെ എവിടെ വെച്ചിട്ടാണ്? OCHA, അതായത് ഓഫീസ് ഓഫ് ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് എന്നാണ്. അപ്പൊ അവിടെ വെച്ച് നടന്ന ഈ USG/ERC ആരാണ്? ഈ അണ്ടർ സെക്രട്ടറി ജനറൽ. അണ്ടർ സെക്രട്ടറി ജനറലിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഒരു പേരാണ്, മാർട്ടിൻ ഗ്രിഫിത്ത് എന്നാണ് പേര്. അപ്പൊ ഇദ്ദേഹം ഒരു ഡിപ്ലോമാറ്റ് ആണ്. അപ്പൊ ഈ ഒരു ഡിപ്ലോമാറ്റുള്ള മാർട്ടിൻ ഗ്രിഫിത്ത് ആണ് ഈ ഒരു USG/ERC, അതായത് അണ്ടർ സെക്രട്ടറി ജനറൽ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് എമർജൻസി റിലീഫ് കോർഡിനേറ്റർ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, ഓർത്തിരിക്കുക. സോ നമുക്ക് 93ാമത്തെ ന്യൂസിലേക്ക് പോവാം. Who has been appointed as the new മൂന്നാമത്തെ ന്യൂസ് ആണ്. Who has been appointed as the Prime Minister of Nepal in 2021? Prime Minister of Nepal. അപ്പൊ നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇപ്പോൾ വന്ന ആരാണെന്ന് ചോദ്യം. KP ശർമ്മ ഒലി ആണ് നേപ്പാളിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ. അവിടുത്തെ പ്രസിഡന്റ് ആരാണെന്ന് അറിയാലോ, വിദ്യാദേവി ഭണ്ഡാരി ആണ്. കാഠ്മണ്ഡു ആണ് അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ PM ആയിട്ടുള്ളത് KP ശർമ്മ ഒലി ആണ്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ്. Okay, so let's go to 94th. 94ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Indu Jain, a pioneering philanthropist and media personality, has passed away. She was the chairperson of which media group? ഏത് മീഡിയ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ ആണ് ഇന്ദു ജെയിൻ. അപ്പൊ അദ്ദേഹത്തെ ഒരു ഒബിച്വറി ന്യൂസ് ആണ് പറയുന്നത്. അപ്പം ഏത് മീഡിയ ഗ്രൂപ്പിന്റെ ആണ്? ടൈംസ് ഗ്രൂപ്പിന്റെ ആണ് ഈ ഒരു ഇന്ദു ജെയിൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. ഓക്കെ, ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 95th ക്വസ്റ്റ്യൻ. Who has recently been appointed as one of the 4 vice presidents of the International Council of Advertising Self-Regulation, ICAS എന്ന് പറയും. അതിലെ ഇന്ത്യയിൽ നിന്നുള്ള ICAS-ന്റെ ഇന്ത്യയിൽ നിന്നുള്ള 1 of the 4 വൈസ് പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഇതിനകത്ത് ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്, ഡൗട്ട് അടിക്കേണ്ട. മനീഷ കപൂർ എന്നുള്ള പേര് ഓർത്തിരിക്കുക. മനീഷ കപൂർ ആണ് ഈ ICAS-ന്റെ 1 of the 4 VP, അതായത് ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ അഡ്വർടൈസ്മെന്റ് സെൽഫ് റെഗുലേഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇത് ബെൽജിയമിലെ ബ്രസൽസിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ICAS എന്ന് പറയുന്നത്. അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗൈ പാർക്കർ എന്നാണ്. ഇത് പ്രൊണൗൺസിയേഷൻ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഗൈ പാർക്കർ എന്ന് ഓർത്തിരിക്കുക. അത് ICAS-ന്റെ പ്രസിഡന്റ് ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ്, അതുകൊണ്ട് ഓർത്തിരിക്കുക. ബ്രസൽസ് അത് ബെൽജിയത്തിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ബെൽജിയം ICAS-ന്റെ 1 of the 4 VP അതാണ് മനീഷ കപൂർ എന്നുള്ള ഈ ഒരു വ്യക്തി. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 96th ക്വസ്റ്റ്യൻ. Who has been appointed as the managing director and chief executive officer of Godrej Consumer Products for 5 years with effect from October 18, 2021? ഒക്ടോബർ 18 മുതൽ ഗോദ്രേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അല്ലെങ്കിൽ CEO അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ CMD എന്നുള്ള റോളിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. സുധീർ സീതാപതി എന്നാണ് പേര്, സുധീർ സീതാപതി. അപ്പൊ ഗോദ്രേജിന്റെ CEO ആണ് സുധീർ സീതാപതി. അദ്ദേഹം ഒക്ടോബർ 18 മുതലായിരിക്കും ഈ ഒരു ചാർജ് ഏറ്റെടുക്കുക എന്നുള്ളത് അവരുടെ ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു 97th ക്വസ്റ്റ്യൻ.
WHO classified Indian coronavirus variant as a dash variant of concern. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ക്ലാസിഫൈ ചെയ്തത് ഈ ഇന്ത്യൻ കൊറോണ വൈറസിനെ എന്ത് വേരിയന്റ് ആയിട്ടാണ്? ഗ്ലോബൽ വേരിയന്റ് ആണോ, വേൾഡ് വേരിയന്റ് ആണോ, ഇന്ത്യൻ വേരിയന്റ് ആണോ, ഏഷ്യൻ വേരിയന്റ് ആണോ, UNO വേരിയന്റ് ആണോ എന്നാണ് ചോദ്യം. ഒരു ഗ്ലോബൽ വേരിയന്റ് ആയിട്ട് തന്നെയാണ് WHO ഈ ഒരു ഇന്ത്യൻ കൊറോണ വൈറസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് ഡബിൾ മ്യൂട്ടൻ വേരിയന്റ് എന്നും അതിന് പറയാറുണ്ട്. ഡബിൾ മ്യൂട്ടൻ വേരിയന്റ് എന്നും അതിന് പറയാറുണ്ട്, ഗ്ലോബൽ വേരിയന്റ് എന്നും പറയാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് WHO ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ 98ാമത്തെ ന്യൂസിലോട്ട് പോകാം. Which country will become the world's first country to ban all synthetic cannabinoid substances? കന്നാബിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തലയ്ക്ക് പിടിക്കുന്ന ഒരു ഡ്രഗ് ആണത്. അപ്പൊ ഈ ഒരു കന്നാബിനോയിഡ് സിന്തറ്റിക് സബ്സ്റ്റൻസിനെ ബാൻ ചെയ്ത വേൾഡിലെ ആദ്യത്തെ കൺട്രി ഏതാണെന്നാണ് ചോദ്യം. ചൈനയാണ് ഈ ഒരു സിന്തറ്റിക് കന്നാബിനോയിഡ് സബ്സ്റ്റൻസിനെ ബാൻ ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അപ്പോൾ വേൾഡ് ഫസ്റ്റ് കൺട്രി ടു ബാൻ ഓൾ സിന്തറ്റിക് കന്നാബിനോയിഡ് സബ്സ്റ്റൻസസ് ഈസ് ചൈന. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 99th question. Name the payment bank that partnered with the digital gold provider SafeGold to launch DigiGold. ഈ DigiGold എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, 24 ക്യാരറ്റ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് DigiGold. ചില ബാങ്കുകളിലൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒരു പേയ്മെന്റ് ബാങ്ക് ഈ സേഫ് ഗോൾഡ് എന്ന് പറയുന്നവരോട് ചേർന്നുകൊണ്ട് ഈ ഒരു DigiGold പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അത് ഏത് പേയ്മെന്റ് ബാങ്ക് ആണ് എന്നുള്ളതാണ് ചോദ്യം. എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് ആണ്. നിങ്ങൾ എയർടെൽ താങ്ക്സ് എന്ന് പറയുന്ന അതിന്റെ മൊബൈൽ ആപ്പ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് DigiGoldൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ആ ഒരു ആപ്പിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് ആണ് ഈ ഒരു സേഫ് ഗോൾഡുമായിട്ട് ചേർന്നുകൊണ്ട് DigiGold എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് 100ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാണ് 100ാമത്തെ ക്വസ്റ്റ്യൻ. Who has topped the world's 50 greatest leaders list of Fortune for the year 2021? അപ്പം ലോകത്തിലെ 50 ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സ് ലിസ്റ്റ്. അപ്പൊ ഇതിനകത്തില് ആരാണ് ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ന്യൂസിലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജസിൻഡ ആർഡേൺ ആണ് ഈ ഒരു ലിസ്റ്റിലെ ടോപ്പിൽ വന്നിരിക്കുന്നത്. ന്യൂസിലാൻഡ് PM ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യ എന്നുള്ളത് ഒറ്റ ഒരാളെ ഉള്ളൂ ടോപ്പ് 50ൽ ഇന്ത്യ എന്ന്. അത് മറ്റാരുമല്ല, നമ്മുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ CEO ആയിട്ടുള്ള അഡർ പൂണാവാലയാണ്. പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇന്ത്യൻ ആണ്. ആ ലിസ്റ്റിലുള്ള ഒരേ ഒരു ഇന്ത്യൻ ആണ് അഡർ പൂണാവാല. അദ്ദേഹം എന്ന് പറയുന്നത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ CEO ആണ്. അപ്പൊ നമ്മള് 100 ന്യൂസുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പൊ 1ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 100ാമത്തെ വരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസിൽ നിന്ന് പിക്ക് ചെയ്തെടുത്ത ന്യൂസുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 100 ന്യൂസുകൾ തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഓരോ ന്യൂസിലും പറഞ്ഞ പോയിന്റ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. വീണ്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ട് 100 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പറ്റുന്നത് വരെ നിങ്ങൾ വീഡിയോ കാണുക. കാരണം നമുക്ക് കറണ്ട് അഫയേഴ്സിൽ യാതൊരു തരത്തിലുള്ള റിസ്ക്കും എടുക്കാൻ സാധിക്കില്ല. വരുന്ന 3 പരീക്ഷകൾക്കും SBI ക്ലർക്ക്, IBPS, RRB, PO ക്ലർക്ക് 3 പരീക്ഷകൾക്കും മെയിൻ എക്സാമിന് വളരെ നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ കറണ്ട് അഫയേഴ്സിലെ മാർക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്കാണ് അവിടെ വഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ന്യൂസുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ന്യൂസും സ്കിപ്പ് ചെയ്യാനില്ല. വളരെ മികച്ച രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. സോ വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.